കാണും വേഗം ഞാൻ സ്നേഹിച്ചവനെ, കേൾക്കും വേഗം ഞാൻ അവനെമ്പസ്വരം. കാണും വേഗം ഞാൻ എന്നെ സ്നേഹിച്ചവനെ, കേൾക്കും വേഗം ഞാൻ അവനെമ്പസ്വരം. ചാരിടും ഞാൻ മാർവതിൽ, മുത്തിടും ആ പൊന്മുഖത്തെ. ചാരിടും ഞാൻ മാർവതിൽ, മുത്തിടും ആ പൊന്മുഖത്തെ. വിദൂരമല്ല വിദൂരമല്ല മഹസംഗമം, വിദൂരമല്ല വിദൂരമല്ല മഹസംഗമം. വിദൂരമല്ല വിദൂരമല്ല മഹസംഗമം, വിദൂരമല്ല വിദൂരമല്ല മഹസംഗമം. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആരോഗ്യം, ബലം, സമാധാനം, സന്തോഷം, അതിനാണ് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ പോൽക്കാലം പ്രാർത്ഥനയുടെ തണലിൽ നിന്നുള്ള ഈ പ്ലാറ്റ്ഫോമിൽ നമുക്കെല്ലാവരും ആയിരിക്കാം. കർത്താവ് ഇടയാക്കലിന് സ്തോത്രം ചെയ്ത് നമുക്ക് സ്തുതിക്കാം. പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് നമുക്ക് ആരംഭിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, പ്രഭാതകാലത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കും. നിന്റെ കുഞ്ഞുങ്ങളായ ഞങ്ങള് അപ്പച്ചന്റെ പാദപീഠത്തിൽ അടുത്ത് വരുന്ന കർത്താവേ, സ്തോത്ര ഹല്ലേലൂയ. ഈ പ്രഭാതകാലത്ത് കർത്താവേ സ്തോത്രം, ഞങ്ങൾ നിന്റെ സന്നിധിയിൽ കഴിക്കുന്ന പ്രാർത്ഥനകളും യാചനകളും ഒക്കെയും ദൈവസന്നിധിയിൽ അപ്പച്ചൻ കേട്ട് ഞങ്ങൾക്ക് മറുപടി തരുന്ന ദൈവമാണ്. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്ന കർത്താവേ. കഴിഞ്ഞ നാളുകളിൽ കർത്താവ് അനേക വിഷയങ്ങൾ ഞങ്ങൾ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. അതിനൊക്കെയും കർത്താവ് ഞങ്ങൾക്ക് മറുപടി തന്നു. അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു കർത്താവ്. മറ്റുള്ളവരുടെ പ്രാർത്ഥനകൾ കർത്താവ് ഞങ്ങൾ എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവർ ഞങ്ങളുടെ സഹോദരങ്ങളാണ് കർത്താവേ. വിടുതൽ എത്രയും വേഗം അയച്ച് കർത്താവ് മറുപടി കൊടുക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു. കൃപയ്ക്കുള്ളിൽ ഞങ്ങൾ എല്ലാവരെയും പൊതിയണമേ. പാട്ടുകൾ പാടാൻ നിന്റെ ദാസിയെ ബലപ്പെടുത്തുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന യാചനയും കേട്ടതിനായിട്ട് സ്തോത്രം. യേശുക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം. തുടർന്ന് നമുക്ക് പ്രൈസ് ആൻഡ് വർഷിപ്പിന്റെ സമയമാണ്. ഇപ്പോൾ സിസ്റ്റർ പ്രീത ജുനർ പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡ് ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടി ദൈവദാസിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇനിയുള്ള സമയം സിസ്റ്റർ പ്രീത. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രഭാതം കൂടെ കാണുവാൻ കർത്താവ് ഞങ്ങൾക്ക് വലിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആയുസിന്റെ ഒരു ദിവസം കൂടെ കർത്താവ് നീട്ടിത്തന്ന കൃപയോർത്ത് ദൈവത്തിനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നമ്മുടെ പാട്ട്, നമ്മുടെ ആരാധന, നമ്മുടെ ശുശ്രൂഷ എല്ലാം നമ്മുടെ കർത്താവ് അംഗീകരിക്കുന്നതായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. നിന്നിലാശ്വാസം കാണാൻ, നിന്നിലാശ്രയം വയ്ക്കാൻ, നിന്നിലാശ്വാസം കാണാൻ, നിന്നിലാശ്രയം വയ്ക്കാൻ. ഉടയോൻ നീ ചാരെയുള്ളപ്പോളാരും ഇല്ലെന്നു ചൊല്ലാതിരിക്കാൻ. ഉടയോൻ നീ ചാരെയുള്ളപ്പോളാരും ഇല്ലെന്നു ചൊല്ലാതിരിക്കാൻ. നാഥാ വിശ്വാസം താ, ഭയം താ. നാഥാ വിശ്വാസം താ, അഭയം താം. ജാതികൾ തമ്മിൽ കലഹിക്കുന്നു, രാജ്യം തന്നുള്ളിൽ ചിത്രിക്കുന്നു. ജാതികൾ തമ്മിൽ കലഹിക്കുന്നു, രാജ്യം തന്നുള്ളിൽ ചിത്രിക്കുന്നു. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ മൂലം ഉള്ളം നടുങ്ങിടുന്നു. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ മൂലം ഉള്ളം നടുങ്ങിടുന്നു. നാഥാ വിശ്വാസം താ, ഭയം താ.
നാഥ വിശ്വാസം താ ഭയം താ. ആരുമില്ലാശ്രയമെന്നു തോന്നും നേരം ഏകാന്ത വേളകളിൽ, ആരുമില്ലാശ്രയമെന്നു തോന്നും നേരം ഏകാന്ത വേളകളിൽ, കൂടെ വസിക്കും അനാഥരായി തള്ളുക ഇല്ലെന്നു ചൊന്നവനെ, കൂടെ വസിക്കും അനാഥരായി തള്ളുക ഇല്ലെന്നു ചൊന്നവനെ. നാഥ വിശ്വാസം താ അഭയം താ. നാഥ വിശ്വാസം താ അഭയം താ. ജീവിപ്പിച്ചിടും തിരുവചനം ഞങ്ങൾ ഉള്ളിൽ കരുതിടുവാൻ, ജീവിപ്പിച്ചിടും തിരുവചനം ഞങ്ങൾ ഉള്ളിൽ കരുതിടുവാൻ. നിത്യതയേകാമെന്നുള്ള നിൻ വാക്കുകൾ മാറില്ലെന്നോർത്തിടുവാൻ, നിത്യതയേകാമെന്നുള്ള നിൻ വാക്കുകൾ മാറില്ലെന്നോർത്തിടുവാൻ. നാഥ വിശ്വാസം താ ഭയം താ. നാഥ വിശ്വാസം താ ഭയം താ. ആമേൻ. സ്തോത്രം. ഒരു പാട്ടും കൂടെ പാടാം. വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം നാം വേഗമോടിടാം. വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം നാം വേഗമോടിടാം. നമുക്കുവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കുവിടെ നിലനിൽക്കും വീടില്ലല്ലോ, നമുക്കുവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കുവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമ്മുടെ വീട് നിത്യമാം വീട് വാനലോകത്തില്, നമ്മുടെ വീട് നിത്യമാം വീട് വാനലോകത്തില്. വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം നാം വേഗമോടിടാം. വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം നാം വേഗമോടിടാം. വ്യാധിയുണ്ട്, കഷ്ടമുണ്ട് ഈ വീട്ടിൽ, മരണമുണ്ട്, ദുഃഖമുണ്ട് ഈ നാട്ടിൽ. വ്യാധിയുണ്ട്, കഷ്ടമുണ്ട് ഈ വീട്ടിൽ, മരണമുണ്ട്, ദുഃഖമുണ്ട് ഈ നാട്ടിൽ. രോഗിയില്ല നാട്, രോഗമില്ല നാട്, രോഗിയില്ല വീട് വാനലോകത്തില്. രോഗമില്ല നാട്, രോഗിയില്ല വീട് വാനലോകത്തില്. വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം നാം വേഗമോടിടാം. വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം നാം വേഗമോടിടാം. എന്റെ പ്രിയൻ വന്നിടുമേ ദൂതരുമായി, ദുരിതങ്ങൾ തീർത്തിടുവാൻ ജയധ്വനിയായി. എന്റെ പ്രിയൻ വന്നിടുമേ ദൂതരുമായി, ദുരിതങ്ങൾ തീർത്തിടുവാൻ ജയധ്വനിയായി. വന്നിടുമേ വേഗം എന്റെ ആത്മസ്നേഹിതൻ വാനലോകത്തില്. വന്നിടുമേ വേഗം എന്റെ ആത്മസ്നേഹിതൻ വാനലോകത്തില്.
വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം നാം വേഗമോടിടാം. വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം നാം വേഗമോടിടാം. സ്തോത്രം. ഇതുവരെയും പാടുവാൻ ദൈവം കൃപ ചെയ്തവനായി ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. എനിക്ക് ഈ അവസരം തന്ന കർത്തൃദാസനും ദൈവത്തിന്റെ നാമത്തിലുള്ള നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഷൈജ അൺമ്യൂട്ട് ചെയ്യണേ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രഭാതകാലത്ത് വീണ്ടും ദൈവസ്ഥനിലായിരിക്കാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കേണ്ട ദൈവത്തെ സ്തുതിക്കാം. വളരെ മനോഹരമായ പാട്ട് പാടുവാൻ സിസ്റ്റർ സീതെ പ്രീതെ ദൈവം സഹായിച്ചതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. വിശ്വാസ നാടെ നോക്കി വേഗം ഓടിടാം. നമുക്കിവിടെ നിലനിൽക്കുന്ന ഒരു ഭവനമില്ല, ഇത് നമ്മളെ യാത്രക്കാരാണ്. ഹല്ലേലൂയ, സ്തോത്രം. അത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ കർത്താവിന് വേണ്ടി അധികം ഫലം കഴിച്ചുകൊണ്ട് ജീവിക്കാൻ ദൈവം ഇടയാക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ബ്രദർ സാബു ജോസ് ആണ് ഞാൻ ബ്രദറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ബ്രദർ സാബു ജോസ് ഇനിയുള്ള അടുത്ത 30-35 മിനിറ്റ് അദ്ദേഹത്തിനുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ബ്രദർ സാബു ജോസ്. ബ്രദർ അൺമ്യൂട്ട് ചെയ്യണേ. കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. കേൾക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. നമുക്കറിയാം, പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് സകലതും അസാധ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. നമുക്കറിയാം, അനേക വിഷയങ്ങൾ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മധ്യയെല്ലാം വലിയവനായ ദൈവം ഈ നാളുകളിൽ മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നു. അനേക വിഷയങ്ങൾ മേൽ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഈ നാളുകളിൽ വെളിപ്പെടേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം അനേക മറുപടികൾ നൽകി തരുവാനിടയായി തീർന്നു. തുടർന്ന് നമുക്ക് ചില വിഷയങ്ങളെ ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രാരംഭത്തിൽ തന്നെ നമ്മൾ പാർക്കുന്ന ഇടങ്ങൾ, പ്രത്യേക ഗുജറാത്ത്, കേരളം, പലയിടങ്ങളിൽ നന്നായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സാന്നിധ്യം വെളിപ്പെടേണ്ടതിനായും പല ദേവദാസന്മാർ പല സഭകളും പ്രയാസത്തിലൂടെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കർത്തൃദാസനിലൂടെ കേൾക്കുവാനിടയായി തീർന്നു. ചെറിയൊരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ഇവർ കടന്നു വരുന്നു പ്രാർത്ഥന മുടക്കുകയും കർത്തൃദാസനെ പെട്ടെന്ന് തന്നെ ഒരു കേസ് ഫയൽ ചെയ്തുകൊണ്ട് ജയിലിലടക്കുകയും ജാമ്യം അനുവദിക്കാത്ത വിധത്തിൽ ജയിലടച്ചിരിക്കുന്ന ഒരവസ്ഥ കേൾക്കുവാനിടയായി തീർന്ന പ്രകാരമെങ്കിൽ നമ്മുടെ അനേക ദേവദാസന്മാർ ജയിലുകളിലായിരിക്കുമ്പോൾ അവർക്കെല്ലാം ജാമ്യം ലഭിക്കേണ്ടതിനായും സുശിക്ഷ വിരോധികളാൽ പലതുമായ പ്രയാസവും പ്രതിസന്ധികളും നമ്മുടെ ദേശത്ത് ഗുജറാത്ത്, കേരളം അങ്ങനെ പല സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ വിഷയത്തെ ഓർത്തും ദേവദാസന്മാർക്ക് ജാമ്യം ലഭിക്കേണ്ടതിന് സുശിക്ഷ വിരോധികളാലുള്ള പ്രയാസവും പ്രതിസന്ധികളും എല്ലാം ദൈവം രക്ഷിക്കേണ്ടതിനായി ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് മറ്റൊരു വിഷയം പ്രാർത്ഥിക്കാനുള്ളത്, സുശിക്ഷയിൽ അധ്വാനിക്കുന്ന നമ്മുടെ വിശുദ്ധ ദേവദാസന്മാരെല്ലാവരെയും അവരുടെ കുടുംബങ്ങളെയും സ്വർഗത്തിലെ ദൈവം പരിപാലിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ തലമുറകളെ സ്വർഗത്തിലെ ദൈവം പരിപാലിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ദുഷ്ടൻ പതിയിരുന്നുകൊണ്ട് അലർന്ന സിംഹം എന്ന പോലെ വായ് പിളർന്നുകൊണ്ട് അനേകം പേര് ശത്രുവായ സാത്താൻ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ മധ്യയെല്ലാം സ്വർഗത്തിലെ ദൈവം രക്ഷ നൽകേണ്ടതിനായും നമുക്ക് പ്രാർത്ഥിക്കാം. സാത്താന്റെ തന്ത്രങ്ങളിൽ നിന്നും ദൈവം രക്ഷിക്കേണ്ടതിനായും പ്രത്യേകം നമ്മുടെ തലമുറകളെല്ലാം സ്വർഗത്തിലെ ദൈവം പരിപാലിക്കേണ്ടതിനായും നമുക്ക് പ്രാർത്ഥിക്കാം. അതിനെ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവജനത്തിന്റെ ഇടയിൽ ഈ നാളുകളിൽ എല്ലാ ജനങ്ങളുടെ ഇടയിലും വ്യാപിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രണ്ട് വിഷയങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദേവദാസന്മാരെ, നമ്മുടെ ദേശത്തെ ദേവദാസന്മാർ കുടുംബങ്ങളെയും പല നാം പാർക്കുന്ന ഗുജറാത്ത്, അതുപോലെ തന്നെ കേരള സംസ്ഥാനം, മറ്റു പല സംസ്ഥാനങ്ങളിലുള്ള സുശിക്ഷ പ്രവർത്തനങ്ങളെയും വിശുദ്ധ ദേവദാസന്മാരെയും പ്രവർത്തനങ്ങളെയും തലമുറകളെല്ലാം ഓർത്തും നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ സ്നേഹവാനും നിത്യനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ പകൽ വേളയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രി മുഴുവൻ കർത്താവ് ഞങ്ങളെ അബദ്ധനടക്കങ്ങളിൽ നിന്ന്, രോഗദുഃഖാദികളിൽ നിന്ന്, മരണത്തിൽ നിന്നൊക്കെ നീക്കുപോക്ക് തന്ന് ഞങ്ങളെ രാവിലെ സമയം
ദോഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ഏൽപ്പിച്ച കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു. കർത്താവേ, ഈ 3 മാസക്കാലം, ഈ വർഷത്തിന്റെ 3 മാസക്കാലം നീ ഞങ്ങളെ ഭദ്രതയോടെ സൂക്ഷിച്ചല്ലോ. ഈ മാസത്തിന്റെ അവസാന ദിവസവും കർത്താവിനെ സ്തുതിപ്പാൻ കർത്താവ് ഞങ്ങളെ ജീവനോടെ വിശേഷിപ്പിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവെ, പ്രിയ ലീലദാസൻ പറഞ്ഞതായ വിഷയത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ, ഞങ്ങൾ ലോകമെമ്പാടും നടക്കുന്ന ഞങ്ങളുടെ കേരളത്തിന് വേണ്ടി, ഞങ്ങളുടെ നോർത്ത് ഇന്ത്യക്ക് വേണ്ടിയെല്ലാം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ല കർത്താവെ. അവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ സുവിശേഷ വേലക്കാരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ, ശത്രുവായവൻ ഞങ്ങളുടെ കർത്താവിന്റെ വേലയെ തടയ്ക്കുവാൻ പല തന്ത്രങ്ങൾ കർത്താവെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പല ദൈവദാസന്മാരെയും ജയിലിൽ അടയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പല ചർച്ചകളും അടയ്ക്കപ്പെട്ടിരിക്കുന്ന കർത്താവെ, വിവിധവിധമായ വിഷയങ്ങളിൽ മേൽ ഭാരവും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടും ദൈവത്തിന്റെ വേല ചെയ്യുന്നതിന്റെ ഭൃത്യന്മാരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവെ, നീ അവരെ നിലനിർത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അധൈര്യപ്പെടാതെ ധൈര്യത്തോടുകൂടെ കർത്താവിന്റെ വേല ചെയ്യുവാൻ, കർത്താവിന് വേണ്ടി അനേകം പേരെ ആദായപ്പെടുത്തുവാൻ നിന്റെ ദാസന്മാരെ കർത്താവെ ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദേവദാസന്മാർക്ക് അപകടം വരുത്തിക്കൊണ്ട്, ദൈവമേ, ആക്സിഡന്റുകളൊക്കെ വരുത്തിക്കൊണ്ട് പല ദേവദാസന്മാര് കർത്താവെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നല്ല കർത്താവെ, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പല വിധത്തിൽ കർത്താവെ പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എങ്കിലും അവരുടെ നടുവിൽ ദേവദാസന്മാരെ എല്ലാം നീ സൂക്ഷിച്ചാട്ട് കർത്താവെ. പ്രതികൂലങ്ങളെ എല്ലാം നീ കർത്താവെ തരണം ചെയ്യുവാനുള്ള കഴിവും ധൈര്യവും അവർക്കെല്ലാം കൊടുത്തവരെ നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വേലയിലുള്ള എല്ലാ തടസ്സങ്ങളെയും നീ നീക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വേലകളെയും കർത്താവ് അനുഗ്രഹിച്ചാകട്ടെ. കർത്താവിന്റെ വേല ഒരിക്കൽ നിന്നു പോവുകയില്ലല്ലോ കർത്താവെ. ദൈവമേ, അങ്ങേ അറിയാത്ത പല ദേശങ്ങൾ ഇനിയുണ്ട് കർത്താവെ. യേശു ആരെന്നറിയാൻ വയ്യാത്ത ലോക ജനങ്ങൾ പലരും ഇനിയുണ്ട് കർത്താവെ. നോർത്ത് ഇന്ത്യയിലൊക്കെ പല ദേശങ്ങളും പല സ്ഥലങ്ങളൊക്കെയും യേശു ആരെന്നറിയാൻ വയ്യാത്ത ജലങ്ങളുണ്ട് കർത്താവെ. അവിടെയൊക്കെ ദേവദാസന്മാർ കടന്നുപോയി ദൈവവചനം കർത്താവെ ആഴമായി കർത്താവയോടൊക്കെയും പറയുവാനൊക്കെ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിച്ചാട്ടെ. ദൈവമേ, കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിച്ചാട്ടെ. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജോലിയെല്ലാം കർത്താവിന്റെ കരുത്തിൽ കർത്താവ് ഏൽപ്പിക്കുന്നു. ദേവദാസന്മാർ അങ്ങയുടെ സേവ ചെയ്യുന്നു. അവരുടെ കുഞ്ഞുങ്ങളെ നീ പുലർത്തിക്കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഒരു കുറവും വരാതെ ദൈവമരെ മാനിച്ച് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, അനേകം പേരെ ഇനിയും രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവരെല്ലാം സഹായിച്ചാട്ടെ. എല്ലാ തടസ്സങ്ങളെയും ദൂരീകരിക്കണമേ. ജയിലിലായിരിക്കുന്നവർ കർത്താവ് എത്രയും വേഗം പുറത്തു വന്ന് ദൈവമേ അങ്ങയുടെ വേല അതിശക്തിയോടെ ഇരട്ടിയായി അവർക്ക് വേല ചെയ്യുവാൻ വേണ്ടതായ കൃപകൾ അവിടുന്ന് കൊടുക്കുമാറാകണമേ. അടയ്ക്കപ്പെട്ടതായ എല്ലാ ദൈവാലയങ്ങളും തുറന്ന് പ്രവർത്തിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഏതെല്ലാം രാജ്യങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് തടസ്സമായി നിൽക്കുന്നുവോ അവിടെ എല്ലാം വാതിലുകളെ നീ തുറക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരോട് നീ ഇടപെടണമേ. ശത്രുക്കളോട് നീ ഇടപെടണമേ കർത്താവെ. ആരെല്ലാം പൊരുതുന്നു അവരൊക്കെയും വരുന്ന ആളുകളിന്റെ കർത്താവിനെ അറിയുവാൻ, ദൈവമേ, സത്യദൈവത്തെ അറിയുവാനുള്ള ഭാഗ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവദാസന്മാരെയും അങ്ങയുടെ വയലിൽ പ്രവർത്തിക്കുന്നതായ എല്ലാ കർത്തൃദാസന്മാരെയും അവരുടെ പ്രവർത്തനങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും ഒരു പ്രാവശ്യം അങ്ങയുടെ കരുത്തിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവെ. എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. പ്രാർത്ഥനയും യാചനയും കേട്ട് കൃപയ്ക്കായി സ്തോത്രം. സർവ്വേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടും കൃപയോടും കേൾക്കുമാറാകണമേ. കർത്തൃദാസിയെ പ്രവർത്തിക്കുവാൻ മുഖാന്തരം ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്വർഗത്തിലെ ദൈവത്തിനായി സ്തോത്രം 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 സ്തോത്രം. ഓരോ ഞങ്ങൾ പാർക്കുന്ന ഇടങ്ങളിലും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവത്തിന് മാറ്റമില്ലായ വിശുദ്ധ ദൈവദാസന്മാരെല്ലാം സ്വർഗത്തിലെ ദൈവം പരിപാലിച്ചതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. അടുത്തതായ 2 വിഷയം പ്രാർത്ഥിക്കാനുള്ളത്. കേൾക്കുന്നുണ്ടോ? ഓക്കെ. അടുത്തതായി പ്രാർത്ഥന വിഷയം പ്രാർത്ഥിക്കാനുള്ളത് നമുക്കറിയാവുന്ന പോലെ മ്യാൻമാർ, അങ്ങനെ ബാങ്കോക്ക്, തെക്ക് കിഴക്കൻ ഏഷ്യ, തായ്ലാന്റ് എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ നമുക്കറിയാവുന്ന പോലെ റിക്ടർ സ്കെയിലിൽ 7.7 ഒരു വലിയ ഭൂകമ്പം തന്നെ കടന്നു വരുവാനിടയായി തീർന്നത് മുഖാന്തരം അനേക ജനങ്ങൾ, ഏകദേശം 10,000-ലധികം ജനങ്ങൾ, ഇതുവരെയ്ക്കും അതൊരു ടോട്ടൽ കൗണ്ടിങ്ങിലേക്ക് എത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ആ വിധത്തിൽ ജനങ്ങൾ വളരെയധികം ജനങ്ങൾ ഈ ലോകത്തു നിന്ന് മരണം വഴിയായി മാറ്റപ്പെടുവാനിടയായി തീർന്നു. അത് മുഖാന്തരം പലവിധമായ പ്രയാസങ്ങളും പ്രതിസന്ധികളും ആ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്നു.
നമുക്കറിയാവുന്ന പോലെ അനേകം പേർ ഇപ്പോഴും പല കെട്ടിടങ്ങളിൽ നിന്ന് നിലവിളിയിൽ കേൾക്കുവാനിടയായി തീർന്നു. നാം തന്നെ പല വീഡിയോകൾ കാണുവാനിടയായി തീർന്നു. കെട്ടിടങ്ങൾ അതുപോലെ തന്നെ അങ്ങ് താഴോട്ട് ഇറങ്ങിപ്പോകുന്ന അവസ്ഥകളിൽ അനേകം പേർ കെട്ടിടങ്ങൾ കുടുങ്ങി കിടക്കുന്ന അവസ്ഥ അവരെ രക്ഷപ്പെടുത്തുന്നതിനായി എല്ലാ രാജ്യങ്ങളും സഹായിച്ചുകൊണ്ടിരിക്കുന്ന പ്രകാരം അവരുടെ പ്രവർത്തനങ്ങളിലെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ടിരിക്കേണ്ടതിന് അനേകം പേർ അതിൽ നിന്ന് രക്ഷ പ്രാപിക്കേണ്ടതിനായും പലയിടങ്ങളിൽ അത് മുഖാന്തരം പലവിധമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ രാജ്യത്തെയും അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെയും ദൈവം സുരക്ഷയിൽ വഴി നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കാം. അതുകൊണ്ട് തന്നെ മറ്റു വാർത്ത കേൾക്കുവാനിടയായി തീർന്നു. അമേരിക്കയിൽ ഇതുപോലെ തന്നെ സുനാമി, അതുപോലെ തന്നെ ഭൂകമ്പത്തിന്റെ സാധ്യതകൾ വർദ്ധിച്ചുകൊണ്ട് കാലാവസ്ഥ നിരീക്ഷകർ പറയുവാനിടയായി തീർന്നു. അങ്ങനെയുള്ള രാജ്യങ്ങളെയൊക്കെ ദൈവം സുരക്ഷിതമാക്കേണ്ടതിനും നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ രക്തബന്ധങ്ങളിൽപ്പെട്ടവരായാലും നമുക്കറിയാവുന്നവരായാലും ആ ഇടങ്ങളിലൊക്കെ ആയിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം പരിപാലിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് തന്നെ ആ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആ തെരച്ചിലിൽ നിന്നും കർത്താവേ അനേകം പേർ കണ്ടെത്തേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയും വേഗം അവർക്കുള്ള ഫെസിലിറ്റീസ് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ആ രാജ്യം തന്നെ അത് മുഖാന്തരം അനേക രാജ്യങ്ങൾക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുമ്പോൾ ആ രാജ്യത്തെ എല്ലാം സ്വർഗത്തിലെ ദൈവം രക്ഷിക്കേണ്ടതിനായും ഈ സമയത്ത് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് തന്നെ അടുത്തതായി നമുക്ക് പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ളത് നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയാണ്. നമുക്കറിയാവുന്ന പോലെ കേരളം മറ്റു പല സംസ്ഥാനങ്ങളും മയക്കുമരുന്നിനും മറ്റും അടിമകളായിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ അധികാരികൾ തന്നെ അതിന്റെ മുമ്പിൽ കണ്ണടയ്ക്കുന്ന ഒരു അവസ്ഥകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കലാലയങ്ങളും വിദ്യാലയങ്ങളിലും അതുപോലെ തന്നെ പലയിടങ്ങളിലും സുലഭമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തലമുറകളെ വിവിധനെ നഷ്ടപ്പെടുത്തി ദൈവസന്നിധിയിൽ നിന്ന് അകറ്റിക്കളയുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെ സാത്താൻ തന്ത്രങ്ങൾ അവൻ മെനയുമ്പോൾ നമ്മുടെ തലമുറകളെ രക്ഷിക്കുന്നതിനും നമ്മുടെ തലമുറകൾ മുഖാന്തരം അനേക തലമുറകൾ രക്ഷ പ്രാപിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ തന്നെ എക്സാം എഴുതിയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, എക്സാമിനായി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർക്കെല്ലാം നല്ല മാർക്ക് വാങ്ങി പാസ്സാക്കുവാനും അവരുടെ മുൻപോട്ടുള്ള ഭാവി ജീവിതം അനുഗ്രഹപ്രദമായി തീർക്കേണ്ടതിന് അവർക്ക് നല്ല കോഴ്സുകൾ ലഭിക്കേണ്ടതിനായി അവരുടെ അനുഗ്രഹമേറിയ ഭാവി ജീവിതം ദൈവം നൽകി കൊടുക്കേണ്ടതിനായി ദൈവനാമം ദുഷിക്കപ്പെടാത്ത വിധത്തിൽ ദൈവപ്രവൃത്തി അവർ മേൽ വെളിപ്പെടേണ്ടതിനായി നമ്മൾ ഓരോ തലമുറകളെ ദൈവം സൂക്ഷിക്കണം. പ്രത്യേകം അവർ ഭക്ഷിക്കുന്നത് പാനം ചെയ്യുന്നതെല്ലാം സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിപാലനം, അവർക്ക് സുബോധത്തോടെ കാര്യങ്ങൾ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവർക്ക് മുഖാന്തരം അവർക്ക് ബുദ്ധി ജ്ഞാനമെല്ലാം കൊടുക്കേണ്ടതിനും അവര് ആരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തുടർന്നാലും ദൈവഹിതമല്ലാത്ത ഒരു ബന്ധങ്ങളിൽ അവർ അകപ്പെട്ടു പോകാതിരിക്കേണ്ടതിനായും സ്വർഗത്തിലെ ദൈവരെ പരിപാലിക്കേണ്ടതിനും അവരുടെ പോക്ക് വരവുള്ള വാഹനങ്ങളായിരിക്കുമ്പോഴൊക്കെ ദൈവരെ പരിപാലിക്കേണ്ടതിനായും എല്ലാ തലമുറകളെ ഓർത്തും ഈ രണ്ട് വിഷയങ്ങളെ ഓർത്തും യുഎസിൽ കടന്നു വന്നിരിക്കുന്ന പ്രാർത്ഥിക്കാവുന്നു. സ്തോത്രം പരിശുദ്ധനെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്ന പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സ്തുതികളെ മേൽ അധിവസിക്കുന്നവനെ നന്ദിയോടെ സ്തോത്രം. സകലത്തിലും മതിയായവനെ നന്ദിയോടെ സ്തോത്രം. ഞാൻ ഉറങ്ങി യഹോവയെ താങ്ങിയാൽ ഉണർന്നെനിക്കുന്നു പറയുവാൻ തക്കണം. സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങളെല്ലാം ശേഷിപ്പിച്ചതിനായി നന്ദി പറയട്ടെ. അപ്പാ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, പുതിയൊരു പ്രഭാതം കർത്താവേ, മാസത്തിന്റെ അവസാന കാലം ദിവസം കർത്താവേ, കർത്താവെ പാതപിടുത്തടികൾക്കായിരിക്കാൻ തക്കണം. ദൈവം ഞങ്ങളെ സഹായിച്ചതോർ നന്ദിയോടെ സ്തുതിക്കുന്നു. ലീഡ് ചെയ്യുവാൻ കർത്താവ് ഞങ്ങളുടെ ദാസിനെ ബലപ്പെടുത്തുന്നതോർ നന്ദിയോടെ സ്തുതിക്കുന്നു. തമ്പുരാന്റെ കരങ്ങളിലേക്ക് സ്തോത്രത്തോട് പറയപ്പെട്ടതായ വിഷയങ്ങളെ ഞങ്ങൾ സ്തോത്രത്തോടെ സമർപ്പിക്കട്ടെ. കർത്താവേ, ഈ സമയം കർത്താവേ ഹല്ലേലൂയ. ദൈവമേ കർത്താവേ, കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കർത്താവേ ഹല്ലേലൂയ ഭൂമികുലുക്കത്തിൽ കർത്താവേ ഹല്ലേലൂയ. ദൈവമേ കർത്താവ് ഉറ്റവരുടെ നഷ്ടപ്പെട്ടവർ കർത്താവേ ഹല്ലേലൂയ കുടുങ്ങി കിടക്കുന്നവർ കർത്താവേ രാജ്യങ്ങൾ കർത്താവേ ദൈവമേ ഞങ്ങളുടെ സന്നിധിയിലേക്ക് സ്തോത്രത്തോടെ ഞങ്ങൾ സമർപ്പിക്കട്ടെ. കർത്താവിന്റെ കൃപയും കരുണയും കർത്താവിടെ വെളിപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ കർത്താവിന് അനേകർ കർത്താവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കർത്താവേ ശേഷമുള്ളവർ ജീവനോടിരിക്കുന്നവരെ കർത്താവ് രക്ഷിപ്പാന്തക്കണം. കർത്താവ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനുള്ള മുഖാന്തരങ്ങളെ ദൈവം സഹായിക്കുന്നത് ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സ്തോത്രത്തോടെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ദൈവപ്രവൃത്തി കർത്താവ് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈ അമേരിക്കൻ ഐക്യനാടുകളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കണം. കർത്താവേ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സ്തോത്രത്തോടെ ദേശങ്ങളെ സമർപ്പിക്കുമ്പോൾ കർത്താവിന്റെ കരുണയും കൃപയോടെ വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആ ഭൂകമ്പത്തിനെ സുനാമിയുടെ ഒക്കെ കർത്താവേ ഹല്ലേലൂയ. ദൈവമേ കർത്താവേ സ്തോത്രം. അവസ്ഥകളൊക്കെ കാണുന്നത് കേൾക്കുന്നുവല്ലോ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സ്തോത്രത്തോടെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ദൈവപ്രവൃത്തി കർത്താവേ അവിടെ വെളിപ്പെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ കർത്താവേ ആ ദേശങ്ങളിലൊക്കെ ഉണ്ട്. ആ കർത്താവിന്റെ കരങ്ങൾ കർത്താവേ അവിടെയൊക്കെ കർത്താവേ ഹല്ലേലൂയ കർത്താവേ അവരെ സൂക്ഷിക്കണമേ എന്ന്
ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. യൂറോപ്യൻ കൺട്രികളെല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുണ കർത്താവേ ആ ദേശങ്ങളിലൊക്കെ വ്യാപരിപ്പാനിടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. അനേക ജീവിതങ്ങളിൽ നാളുകൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ തക്കണം കർത്താവിന്റെ കരങ്ങൾ വലിയവ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സന്ധിയിലേക്ക് തിരുവചനം കർത്താവെ ഞങ്ങളെ ഓർപ്പിക്കുമ്പോൾ കർത്താവെ ഹല്ലേലൂയ അനേക ഇടങ്ങളിൽ ഭൂകമ്പങ്ങളും ക്ഷാമങ്ങളും കർത്താവെ അതുപോലെ പ്രതികൂലങ്ങളും ഉണ്ടാകുമെന്നും കർത്താവെ എന്നാൽ അതൊക്കെയും കർത്താവെ ഏറ്റുനോവിന്റെ ആരംഭമെന്നും കർത്താവെ തിരുവചനത്തിൽ ഞങ്ങൾ കാണുമ്പോൾ കർത്താവെ നാളുകൾ കർത്താവെ അത് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാനുള്ള ഒരു കർത്താവ് മുഖാന്തരമായി തീരുവാൻ അനേക ജീവിതങ്ങളെ കർത്താവ് ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ കർത്താവെ കർത്താവെ വിദേശത്തുള്ളവരുണ്ട്, സ്വദേശത്തുള്ളവരുടെ കർത്താവെ ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഉറ്റവർ, പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട് കർത്താവെ. അവരൊക്കെ കർത്താവെ ഹല്ലേലൂയ ഈ പ്രമാണങ്ങൾ കർത്താവെ ഹല്ലേലൂയ അതിന്റെ കർത്താവെ ഹല്ലേലൂയ അതിൻ്റെതായ കർത്താവെ ഹല്ലേലൂയ സത്യത്തിൽ അവർ പാലിക്കുവാൻ തക്കണം കർത്താവ് അവരെയൊക്കെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ യേശുവിന്റെ കരങ്ങളിലേക്ക് സ്തോത്രത്തോടെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ദൈവപ്രവൃത്തി കർത്താവയുടെയൊക്കെ വെളിപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ അങ്ങ് തന്ന ദാനമാണ് കർത്താവെ ഞങ്ങളുടെ തലമുറകൾ കർത്താവെ. ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ കൊച്ചുമക്കൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ സഭയിലുള്ളവർ എല്ലാ തലമുറകളെയും ഞങ്ങൾ സ്തോത്രത്തോടെ ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആ മാനുഷ്യമായ കർത്താവെ ഹല്ലേലൂയ അവരെയൊക്കെ സംരക്ഷിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. എന്നാൽ പരിധിയില്ലാത്ത ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ കർത്താവെ ഹല്ലേലൂയ പരമേൽപ്പിക്കുന്നു. കർത്താവ് അവരെ നടത്തണമേന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രത്യേകാൽ കർത്താവെ കർത്താവെ സ്തോത്രം മയക്കുമരുന്നിന്റെ കർത്താവെ ഹല്ലേലൂയ കാര്യങ്ങളൊക്കെ കൂടി വരുന്നതായ അവസ്ഥകളുണ്ട് കർത്താവെ. കൊച്ചു പൈതങ്ങളെ പോലും അതിനുള്ള കർത്താവ് വിപണികളായി ഉപയോഗിക്കുവാൻ കർത്താവെ ശത്രുവായന് കർത്താവെ അനേക കെണികൾ ഒരുക്കുമ്പോൾ കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ കർത്താവ് സൂക്ഷിക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഏതു വഴിയിൽ കൂടി കർത്താവ് ഇതൊക്കെ കടന്നു വരുന്നെന്ന് കർത്താവെ കുഞ്ഞുങ്ങൾ പോലും അറിയുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സകലതും അറിയുന്ന ദൈവത്തിന്റെ കരങ്ങൾ അവിടെയൊക്കെയും കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പരിപാലിച്ചയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ തലമുറകളെ കർത്താവ് അനുഗ്രഹിക്കണമേ. എക്സാം എഴുതിയവരുണ്ട്, ഇനി എഴുതുവാനുള്ളവരുണ്ട്, കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. എഴുതിയവർക്ക് നല്ല റിസൾട്ട് ലഭിപ്പാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ തുടർന്ന് കർത്താവെ ഹല്ലേലൂയ നല്ല കോഴ്സുകൾ എടുക്കുവാൻ സുഖത്തിലെ ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ദൈവത്തിന് ഹിതമല്ലാത്ത റിലേഷൻഷിപ്പിൽ ഒന്നും കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പെട്ടുപോകാൻ അനുവദിക്കല്ലേ. സകലത്തിലും കർത്താവെ മാതൃകയുള്ള കർത്താവ് ദൈവകൃപയുള്ള കുഞ്ഞുങ്ങളായി വളരുവാൻ എന്റെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സ്തോത്രത്തോടെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ദൈവകൃപയും കർത്താവെ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിൽ കർത്താവെ ഹല്ലേലൂയ ആഴമുള്ളവരും കർത്താവെ പൈതൽ പ്രായം മുതൽ കർത്താവരുടെ ഹൃദയത്തിൽ ലഭിച്ചിരിക്കുന്ന വചനത്തിന് ഒത്തവണ്ണം കർത്താവെ അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും ശാരീരികവും മാനസികവും ബുദ്ധിപരവും ആയുസ്സുപരമായി കർത്താവെ അഭിഷേകത്തിന്റെ നിറവിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പന്റെ കരങ്ങളിലേക്ക് സ്തോത്രത്തോടെ ഞങ്ങൾ സമർപ്പിക്കുകയാണ് കർത്താവെ. ഞങ്ങൾക്കൊന്നിനും കഴിയില്ല കർത്താവെ. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കർത്താവെ സകലത കഴിയുന്ന അപ്പച്ചന്റെ കരങ്ങളിലേക്ക് സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. ഈ വിഷയങ്ങളിലൊക്കെ ദൈവത്തിന്റെ കരങ്ങൾ കർത്താവ് വലിയ വെച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചനം കർത്താവ് ഞങ്ങളെ ഓർപ്പിക്കുന്നത് പോലെ നിന്റെ സന്താനത്തിന്റെ നാവിൽ നിന്നും നിന്റെ സന്താനത്തിന്റെ നാവിൽ നിന്നും കർത്താവെ തിരുവചനം ഒരിക്കലും മറ്റു പോകരുത് കർത്താവ് എന്നതുപോലെ തന്നെ കർത്താവെ ഞങ്ങൾ പകർന്നു കൊടുക്കുന്ന ആ തിരുവചനങ്ങൾ കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അവരുടെ തലമുറയുടെ ജീവിതത്തിൽ കർത്താവെ ഹല്ലേലൂയ അങ്ങ് തലമുറയോളം വിശ്വസ്തനായ ദൈവം എന്നതുപോലെ അങ്ങയുടെ വചനവും നിലനിൽക്കുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പന്റെ തിരുക്കരങ്ങളിൽ സ്തോത്രത്തോടെ സമർപ്പിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി വാഴ്ത്തുന്നു യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പ്രാർത്ഥിക്കാന്റെ മുഖാന്തരം ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം ആവശ്യത്തിന്മേലെല്ലാം മറുപടി ചെയ്തതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്നവരെല്ലാം ദൈവം രക്ഷിച്ചതിനായും അവിടെ തന്നെ കർത്താവ് നമ്മുടെ തലമുറകളെല്ലാം സ്വർഗത്തിലെ ദൈവം പരിപാലിച്ചതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം. അടുത്തതായി നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് നമ്മുടെ നോർത്ത് ഇന്ത്യ, അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യ വിവിധ ഇടങ്ങളിലായിരിക്കുന്ന നമ്മുടെ വിശുദ്ധ ദേവദാസന്മാരെയും അവരുടെ കുടുംബങ്ങളെയും അവരിലൂടെയുള്ള സുശീല പ്രവർത്തനങ്ങൾ ദൈവം ധാരാളമായി വർദ്ധിക്കേണ്ടതിനായും ആദ്യകാലത്തെ സകലയിടത്തും എന്റെ ആത്മാവിന് പകരാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവിന്റെ പ്രവൃത്തി നമ്മിലൂടെ ഓരോരുത്തരിലൂടെയും ആ പ്രവർത്തനം ചെയ്തെടുക്കേണ്ടതിനായി നമ്മുടെ ദേവദാസന്മാരെ പുറത്ത് സ്തോത്രം ചെയ്യാൻ അനേക ദേവദാസന്മാർ വലുതുമായ പീഡകൾ സഹിക്കുന്ന കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിൽ നിന്നുള്ള ഒരു വാർത്ത തന്നെ കേൾക്കുവാനിടയായി. രാജ്യത്തിൽ ക്രിസ്മസ് ദിനത്തിൽ ചില ക്രിസ്ത്യൻ വിരോധികൾ കടന്നു വന്ന പാസ്റ്റർ മുകേഷ് പോൾ, അതുപോലെ പാസ്റ്റർ ഗണപത് ഗോയൽ, മറ്റു 3 വിശ്വാസികൾ എന്നിവർക്കെതിരെ മതപരിവർത്തനം നടത്തുന്നു എന്ന വ്യാജ ആരോപണം ഉന്നയിച്ചു കൊടുത്തുകൊണ്ട് വിരോധമായ കേസുകൾ ചാർത്തിക്കൊണ്ട് അവരെ ജയിലറകളിലാക്കിയിരിക്കുമ്പോൾ അവർക്ക് ജാമ്യം ലഭിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ തന്നെ കർത്താവെ
അനേക ദേവദാസന്മാർ വിവിധ പരിമിതികളിൽ തന്നെ അവർ സുശിക്ഷ വേലയ്ക്ക് വേണ്ടി അവർക്ക് വിവിധ സൗകര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ക്രിസ്തു നിമിത്തം പല പരിമിതികൾ സഹിച്ചുകൊണ്ട് പലയിടങ്ങളിൽ സുശിക്ഷ വേലയോടനുബന്ധിച്ചായിരിക്കുമ്പോൾ അവരുടെ തലമുറകളെയും ദൈവം പരിപാലിക്കേണ്ടതിനായും അവരായിരിക്കുന്ന ഇടങ്ങൾ ദൈവത്തിന്റെ പരിപാലനം കുറിക്കേണ്ടതിനായി അവരിലൂടെയുള്ള സുശിക്ഷ പ്രവർത്തനങ്ങൾ പ്രതിദിനം വർദ്ധിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അനേക ആരാധനാലയങ്ങൾ കൂട്ടിക്കിടക്കുന്ന അവസ്ഥകൾ നാം കാണുന്നുണ്ടല്ലോ. ആ അവസ്ഥകൾക്കെല്ലാം ദൈവവ്യത്യാസം വരുത്തേണ്ടതിനും ആരാധനാലയങ്ങൾ തുറക്കപ്പെടുവാനും വീണ്ടും ആരാധനകൾ അവിടെ ആരംഭിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് തന്നെ അനേക ദേവദാസന്മാർ അവരുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ വിദ്യാഭ്യാസത്തിലും അവരുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യം കൂടിക്കേണ്ടതിനായി. അതുകൊണ്ട് തന്നെ നമുക്കറിയാം സുശേഷത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ദൈവ സൗകര്യങ്ങൾ ക്രമീകരിച്ചു കൊടുക്കേണ്ടതിനായി. നമുക്കറിയാവുന്ന പോലെ ഇതിന്റെ പിന്നിലെല്ലാം ഒരുപാട് സാമ്പത്തിക ആവശ്യങ്ങൾ, വിവിധ ആവശ്യങ്ങളെല്ലാം ഉണ്ട്. ആ ആവശ്യങ്ങളെല്ലാം സ്വർഗത്തിലെ ദൈവം നിറവേറ്റി കൊടുക്കേണ്ടതിനായും. അതുകൊണ്ട് തന്നെ പല ദേവദാസന്മാർ സുശേഷത്തിനും വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുമ്പോൾ അവിടെ നിന്നെല്ലാം ദൈവം രക്ഷ നൽകേണ്ടതിനായും എല്ലാ ദേവദാസന്മാരെയും അവരുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് തന്നെ ഒരു തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരോടുള്ള സുശിക്ഷ പ്രവർത്തനം വ്യാപൃതമാക്കേണ്ടതിനും ദൈവത്തിന്റെ അതിശയമാർന്ന പ്രവൃത്തികൾ ഈ നാളുകളിൽ വെളിപ്പെടേണ്ടതിനായും നമുക്ക് പ്രാർത്ഥിക്കാൻ. മറ്റൊരു വിഷയം പ്രാർത്ഥിക്കാനുള്ളത്, നമ്മളെ കടന്നു നയിക്കുന്നതിൽ തന്നെ അനേക രോഗികളായിരിക്കുന്നവരുണ്ട്. അനേക രോഗികൾക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യങ്ങളായിരിക്കുന്നവർക്ക് വേണ്ടി അവരുടെ ഏതുവിധ വിഷയങ്ങളായാലും ദൈവ അത്ഭുതങ്ങൾ പ്രവർത്തിക്കേണ്ടതിനായും അവിടുത്തെ അടിപ്പിണരുകളാൽ ദൈവർക്ക് സൗഖ്യം ലഭിക്കേണ്ടതിനായും എല്ലാ രോഗങ്ങളെയും ചുമക്കുവാൻ അതിന് രോഗശമനം വരുത്തുവാൻ കഴിവുള്ള ഒരു ദൈവത്തിലാണ് നാം ആശ്രയിക്കുന്നത്. ആ ദൈവത്തിന് സകലതും കഴിയുമെന്നും അവിടുത്തെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഏത് വിഷയത്തിന് വിവിധ രോഗ സംബന്ധമായ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു ആരോഗ്യങ്ങൾക്കെല്ലാം ദൈവം പരിപൂർണ്ണ വിടുതൽ കൊടുക്കേണ്ടതിനായും ഈ രണ്ട് വിഷയങ്ങളെ വഹിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകം നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യ വിവിധ ഇടങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ ദേവദാസന്മാരെ അവരുടെ കുടുംബങ്ങളെയും തലമുറകളെയും പ്രത്യേക രോഗികളായിരിക്കുന്നവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രികാലം സുഖകരമായ ഉറക്കത്തെ തന്നു വീണ്ടും കർത്താവേ, ഹല്ലേലൂയ, കണ്ടിട്ടില്ലാത്ത ഒരു പ്രഭാതം കൂടെ കണ്ടു ഉണരുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, പ്രഭാതത്തിലെ ചില വിഷയങ്ങളുമായ ഭജന്റെ പാദപീഠത്തിലേക്ക് വരുന്ന കർത്താവേ, നോർത്ത് ഇന്ത്യയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുന്ന് അനുഗ്രഹിക്കണമേ. സമാധാനമില്ല, സ്വസ്ഥതയില്ലാതെ കർത്താവേ, ദുഃഖത്തിലും നെടുവീർപ്പിലും കഴിയുന്ന അനേക ദേവദാസന്മാരുണ്ട് കർത്താവേ. അവരെല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണം. അവരുടെ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കണം കർത്താവേ. നോർത്ത് ഇന്ത്യയിൽ സുശേഷ വിരോധികൾ പലതരമായ ദൈവമേ എതിർപ്പുകൾ മൂലം കർത്താവേ, ദൈവമക്കൾ അനേകരെ പലതരമായ ഭാരത്തിലും പ്രയാസത്തിലൊക്കെയും കഴിയുന്നവരുണ്ട്. ദൈവം അവരെല്ലാം അനുഗ്രഹിക്കണം. അവരുടെ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ കർത്താവേ. കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസത്തെ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുകളിലേക്ക് നോക്കിയവർ പ്രകാശിതരായ അവരുടെ മുഖം ലജിച്ചു പോലെന്നറിയുന്നു. ലജിച്ചു പോകാത്ത കർത്താവിന്റെ മുഖത്തോട് മാത്രം നോക്കി ജീപ്പാള കൃപ അവിടെ നൽകണമേ കർത്താവേ. ഓരോ ദേവദാസന്മാരുടെയും ആവശ്യങ്ങൾ അവിടുന്ന് അറിയുന്നല്ലോ. സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ അവിടുന്ന് കൃപ നൽകണേ. ശേഷ വിരോധികളെ കർത്താവേ അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. സ്വാതന്ത്ര്യമേ, അവർക്ക് കർത്താവേ ദൈവത്തേക്ക് കടന്നു വരുവാനുള്ള കൃപ അവിടുന്ന് നൽകണേ. അവർ ഹൃദയത്തോട് ഇടപെടണ ശേഷത്തിന് അനുകൂലമായ ഒരു ഭരണം നടപ്പാനുള്ള കൃപ അവിടുന്ന് നൽകണമേ. എൻ്റെ അപ്പച്ചൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന രോഗികളായി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ദൈവം അവരെല്ലാം അനുഗ്രഹിക്കണം. അതിൻ്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം ലഭിച്ചെന്നുള്ള വചനത്തെ പൂർണ്ണമായി ഏൽപ്പിക്കണം. ദൈവം അവർക്ക് പൂർണ്ണ വിടുതലും ആരോഗ്യം നൽകണേ. മറ്റുള്ളവരോട് തുറന്നു പറവാൻ കഴിയാതെ പലതരമായ രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. ദൈവം അവരെയൊക്കെയും വിടുവിക്കണമേ. ആരോഗ്യവും മേലും നൽകണേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അങ്ങനെ ചെയ്തിരിക്കുക, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വിടുതൽ നൽകിയിരിക്കുക, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ.
ആമേൻ ആമേൻ ആമേൻ. ആമേൻ ആമേൻ. വിവാദാവിന്റെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. അഭിഷേകത്തിന്മേലെല്ലാം സ്വർഗത്തിലെ ദൈവം മറക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്ന പ്രകാരമെങ്കിൽ നാം പ്രാർത്ഥിച്ച സ്ഥല വിശ്വസിമേലും ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ വെളിപ്പെടേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. അടുത്തതായി നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്, അനേകർ വിദ്യാഭ്യാസങ്ങൾ ചെയ്തുവെങ്കിലും വിദ്യാഭ്യാസത്തിന് അർഹിതമായ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന അനേകരുണ്ട്. അവർക്ക് ഉപജീവനങ്ങൾ ലഭിക്കേണ്ടതിനായും അങ്ങനെ അനേകർ ജോലി ഉണ്ടെങ്കിൽ പോലും അതിന് തത്തുല്യമായ ശമ്പളം ലഭിക്കാതെയും സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുതന്നെ ഈ നാളുകളിൽ സുശിക്ഷണം എല്ലായിടത്തും എത്തേണ്ടത് ആവശ്യമാകയാൽ അനേക ഇടങ്ങളിൽ സുശിക്ഷണം എത്തേണ്ടതായിട്ടുണ്ട്. പ്രകാരം തന്നെ സുശിക്ഷണം എത്തേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനെ സുശിക്ഷ വിരോധികളാൽ വളരെവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഇടങ്ങളുണ്ട്. ഇവിടെ എല്ലാം സ്വാതന്ത്ര്യത്തോടെ സുശിക്ഷണം എത്തേണ്ടതിനായും സുശിക്ഷമെത്താത്ത ഇടങ്ങളിൽ സുശിക്ഷമെത്തേണ്ടതിനായും അവിടെ തന്നെ സുശിക്ഷ വിരോധികളാൽ പ്രയാസം അനുഭവിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ വൻ പ്രവൃത്തികൾ വെളിപ്പെടേണ്ടതിനായും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രണ്ട് വിഷയങ്ങളെ ഓർത്ത് ദിവസത്തിൽ കടന്നു വന്നിരിക്കുന്ന ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കാം. ഒരു സുശിക്ഷമെത്തേണ്ട ഇടങ്ങളിൽ പലയിടങ്ങളിൽ സുശിക്ഷമെത്തേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, അതുപോലെ പല കോണ്ടിനെന്റുകളുണ്ട്. ഏഷ്യൻ കോണ്ടിനെന്റ്, ആഫ്രിക്കൻ കോണ്ടിനെന്റ്, അതുപോലെ തന്നെ പലയിടങ്ങളിൽ സുശിക്ഷമെത്തേണ്ടതായിട്ടുണ്ട്. അവിടെ എല്ലാം സുശിക്ഷ വ്യാപൃതമാക്കേണ്ടതിനായി അനേക തലമുറകൾ ഈ നാളുകളിൽ നമുക്കറിയാവുന്നതുപോലെ അവരവരുടെ ലക്ഷ്യങ്ങൾ വലുതുമായ ലക്ഷ്യപ്രാപ്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സുശിക്ഷ അങ്ങനെ പ്രദേശം അധ്വാനിക്കുന്നതിന് വേണ്ടി ആരും തന്നെ മുമ്പോട്ട് കടന്നു വരാൻ കഴിയാത്തൊരു കാലഘട്ടത്തിലൂടെ നാം പോയിക്കൊണ്ടിരിക്കുമ്പോൾ സുശിക്ഷകന്മാർ പലരും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് അവരെല്ലാവരെയും ഈ നാളുകളിൽ അനേക തലമുറകൾ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ അവരെ സമർപ്പിച്ചുകൊണ്ട് സുശിക്ഷത്തിന് വേണ്ടി താല്പര്യത കാണിക്കുന്നതിന് വേണ്ടിയും സുശിക്ഷം എല്ലായിടങ്ങളിൽ എത്തേണ്ടതിന് നമ്മൾ ഓരോരുത്തരിലൂടെയും ഉള്ള ദൈവിക പദ്ധതി വെളിപ്പെടേണ്ടതിനായും വാഗ്ദത്തം നിറവേറേണ്ടതിനായി നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ദിവസത്തിൽ കടന്നു നിൽക്കുന്ന ആർക്കും ഈ രണ്ട് വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തിനായ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. രാവിലെ സമയം കർത്താവ് പ്രാർത്ഥന ഇതിനോട് ബന്ധത്തിൽ കർത്താവേ ഹല്ലേലൂയ ദൈവസേനയിൽ അനേക വിഷയങ്ങൾ പ്രാർത്ഥിക്കുമെന്ന കൊണ്ട് സ്വർഗത്തിന്റെ ദൈവം ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തിനെ കൂടാനുകൂടി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അപ്പൊ അനേക വിഷയങ്ങൾ പ്രാർത്ഥിക്കുമെന്ന കൊണ്ട് കർത്താവ് ഒരുക്കുന്ന സ്നേഹത്തിനായി സ്തോത്രം. ഈ കാലഘട്ടങ്ങളിൽ കർത്താവെ ആഗ്രഹിക്കുന്നതാണല്ലോ കർത്താവെ ഹല്ലേലൂയ. അനേക വിഷയങ്ങൾക്ക് വേണ്ടി ആ വേണ്ടി നിന്ന് പ്രാർത്ഥിക്കുമെന്ന കൊണ്ടും കർത്താവെ ഞങ്ങളുടെ ഭക്തന്മാരെ കർത്താവ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നല്ലോ അപ്പ. ആമേൻ. കർത്താവ് പ്രകാരം ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് കൂടാനുകൂടി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവ് ഞങ്ങളുടെ ആമേൻ പൈതങ്ങളെ കർത്താവ് പ്രത്യേകിച്ച് അല്ലെങ്കിൽ ജോലിയിലാവണ്ണം പഠിച്ച് ഉപരിപഠനം കഴിഞ്ഞ കർത്താവെ ജോലിക്ക് വേണ്ടി കർത്താവെ ആഗ്രഹിച്ച് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന അനേകരുണ്ടല്ലോ കർത്താവെ ഹല്ലേലൂയ. ഈ കാലഘട്ടങ്ങളില് കർത്താവർക്ക് വേണ്ടി നീ നന്മ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്വർഗത്തിന് ദൈവമേ പ്രത്യേകാൽ കർത്താവ് യുവനക്കാരായിരിക്കുന്ന അനേകര് ആമേനലിയെ പഠിച്ച് കർത്താവ് ജോലിയിലാണ് ഭാരപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടല്ലോ കർത്താവെ. സ്വർഗത്തിന് ദൈവം പ്രത്യേകാൽ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്യുന്നതനായ ദൈവത്തിന്റെ മഹാകരുണയും ദൈവം കർത്താവ് ഈ കാലഘട്ടങ്ങളില് കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ പഠിച്ച് ഹല്ലേലൂയ ഒരു പെണ്ണ് കഴിഞ്ഞ് ആമേൻ ജോലിക്ക് വേണ്ടി ആമേൻ ആഗ്രഹിച്ച് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേലെല്ലാം ദൈവത്തിന്റെ ദയയും കരുണയും കർത്താവ് വെളിപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം കർത്താവെ ലോകത്തിന്റെ വിവിധ മേഖലകളില് കർത്താവിന്റെ വേലയോളം ബന്ധത്തിലായിരിക്കുന്ന എല്ലാ ദൈവഭൃത്യന്മാരെയും കർത്താവിന്റെ വേലയിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നപ്പ കർത്താവെ അപ്പ ഹല്ലേലൂയ. വീണ്ടും കർത്താവെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുവാൻ കൊണ്ട് കർത്താവെ ഞങ്ങളുടെ തലമുറകളെ സ്വർഗത്തിന് ദൈവം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വല്ലാത്തൊരു കാലഘട്ടങ്ങളിലൂടെ കർത്താവെ ഹല്ലേലൂയ ആമേ ദൈവജനം കടന്നു പോകുന്നില്ല കർത്താവരുടെ ഹല്ലേലൂയ. ദൈവമക്കള് ദൈവദാസന്മാരുടെ മക്കള് അല്ലാതെ അല്ലെങ്കിൽ വിശ്വാസികളുടെ മക്കള് കർത്താവെ അനുസരണയില്ലാതെ വണ്ണം കർത്താവെ ലോകത്തോട് ചേർന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ ഞങ്ങൾ കാണുന്നത് കർത്താവെ. സ്വർഗമേ മനസ്സരിയണമേ കർത്താവ് ദയ തോന്നണമേ കർത്താവെ. അല്ലെങ്കിൽ ഒരു പുതിയ തലമുറ ആമേ ഞങ്ങളുടെ തലമുറകൾ കർത്താവിന് വേണ്ടി ഹല്ലേലൂയ എന്തുമായി തീരുന്ന ഒരു അനുഭവത്തിലേക്ക്
കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചുമൽ കൊടുക്കുവാൻ കൊണ്ട് സ്വർഗത്തിലെ ദൈവം ഈ കാലഘട്ടത്തിൽ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. പ്രത്യേകാൽ കർത്താവേ ഹല്ലേലൂയ ആമേൻ. കർത്താവിന്റെ വയൽ പ്രദേശത്ത് ആയിരിക്കുന്ന ദൈവഭൃത്യന്മാരെയും കുടുംബങ്ങളെയും കർത്താവ് ഓർത്ത് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ കർത്താവെ ആമേൻ ഞങ്ങളുടെ തലമുറകൾ കർത്താവിന് സാക്ഷ്യം വഹിക്കുവാൻ കൊണ്ട് സ്വർഗത്തിലെ ദൈവം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ അപ്പൊ ഞങ്ങളുടെ തലമുറകളെല്ലാം കർത്താവിന് വേണ്ടി കൊള്ളാവുന്നവരായി കർത്താവ് ഇഷ്ടപ്പെടുന്ന ഹല്ലേലൂയ കർത്താവേ ഹല്ലേലൂയ അനുഭവങ്ങളിലേക്ക് കർത്താവ് ഞങ്ങളുടെ പൈതങ്ങളായി തീരുവാൻ കൊണ്ട് സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രണ്ട് വിഷയത്തെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ആമേ ഒരു പെണ്ണ് കഴിഞ്ഞ് അല്ലാതെ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന എല്ലാവരുടെ മേലും കർത്താവിന്റെ മഹാകരുണയും ദൈവം വെളിപ്പെടുത്തുന്നതോടൊപ്പം കർത്താവേ ആമേൻ കർത്താവേ ഹല്ലേലൂയ ദൈവവചനം ഘോഷിക്കുന്നതിന് വേണ്ടി ഒരു പുതിയ തലമുറയെ ഒരുക്കിയെടുത്ത് കർത്താവ് മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്താട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ അവന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി ബലമേൽപ്പിക്കുന്നു. സർവ്വശക്തിയുള്ള ദൈവം അപ്രകാരം ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് ശക്തിയുള്ള ദൈവമായിരിക്കാൻ സ്തോത്രം. കർത്താവെ പ്രാർത്ഥനകൾ ഇടയുന്ന പ്രിയ കർത്താവിന്റെ ദാസരായി സ്തോത്രം. കർത്താവെ ഇതിന് പ്രാർത്ഥനയ്ക്കായി കർത്താവെ രാവിലെ സമയം കടന്നു വന്ന് ദൈവസന്നി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഞങ്ങളുടെ സഹോദരിമാരെയും മാതാക്കളെയും പിതാക്കളെല്ലാം ഓർക്കുന്നവരെല്ലാം സഹായിച്ചാട്ടെ. വീണ്ടും പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിലെ കർത്താവിന്റെ കൃപ കൂടെ ഇരുന്നാട്ടെ മാനിച്ചാട്ടെ. എല്ലാ ദൈവനാമ മഹത്വത്തിനായി വിളിക്കാട്ടെ. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ കർത്താവിന്റെ കൃപ ദയ കരുണ വെളിപ്പെടുത്തിയിട്ടെ. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം സ്തോത്രം പ്രാർത്ഥനയായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 ദാസിനെ പ്രാർത്ഥിക്കാൻ മുഖാന്തരത്തിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്ര പ്രാർത്ഥന സ്വർഗത്തിലെ മറുപടി എത്തിയതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. അടുത്തതായി നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് നമുക്കറിയാവുന്നതുപോലെ സോഷ്യൽ മീഡിയ മുഖാന്തരം അനേകം പേർ പ്രാർത്ഥനാ വിഷയങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. നമുക്ക് തന്നെ അറിയാവുന്നതുപോലെ പ്രാർത്ഥനകളുടെ വിവിധ ഗ്രൂപ്പുകളുണ്ട്. അതിൽ തന്നെ പലവിധമായ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനാ വിഷയങ്ങളിലെല്ലാം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സാന്നിധ്യം വെളിപ്പെടേണ്ടതിനാലും അനേക വിഷയന്മേൽ സ്വർഗത്തിലെ ദൈവം നാളുകൾ മറുപടി തന്നുകൊണ്ടിരിക്കുന്ന അനേക വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രകാരമെങ്കിൽ ഈ നാളുകൾ സോഷ്യൽ മീഡിയ മുഖാന്തരം അനേകം പേർ ഏത് വിധത്തിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നു അവരുടെ എല്ലാ വിഷയത്തിനും മേലും സ്വർഗത്തിലെ ദൈവം മറുപടി അയക്കേണ്ടതിനായും ആ വിഷയങ്ങളുടെ മധ്യയെല്ലാം ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനായും നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്തതായി നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് നമ്മുടെ അയൽ രാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേക ശ്രീലങ്ക, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, അവിടെ തന്നെ മ്യാൻമാർ, ബംഗ്ലാദേശ്, അവിടെ തന്നെ നേപ്പാൾ, ചൈന, പലവിധമായ രാജ്യങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെയുള്ള സുരക്ഷാ പ്രവർത്തനങ്ങൾ ഒരുപാട് വ്യാപരിക്കേണ്ടതിനായും ദൈവത്തിൽ നിന്നുള്ള അനേക പ്രവർത്തികൾ ആ രാജ്യങ്ങൾ വെളിപ്പെടേണ്ടതിനായും നമ്മുടെ സഹോദരങ്ങൾ സൗകര്യം കാണാതെ രക്ഷപ്രാപിക്കുക എന്നുള്ളത് നമുക്കും ആവശ്യമാകയാൽ നമ്മുടെ സഹോദരങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക. രാജ്യങ്ങളിൽ നിന്നെല്ലാം അവിടെ എല്ലാം സുരക്ഷിതമായി കടന്നു പോകുന്ന അനേക ദേവദാസന്മാരുണ്ട്. അനേകം പേർ അവിടെ കടന്നു പോയിരിക്കുന്നവരെല്ലാം ദൈവം പരിപാലിക്കേണ്ടതിനായും അവിടെയുള്ള സുരക്ഷിത പ്രവർത്തനങ്ങൾ വർദ്ധിക്കേണ്ടതിനായും അവിടെയുള്ള സുരക്ഷ വിരോധികളാലുള്ള പ്രയാസങ്ങളിൽ നിന്നെല്ലാം ജനത്തെ രക്ഷിക്കേണ്ടതിനായും രാജ്യത്തെ ദൈവം രക്ഷിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യങ്ങളെയും അവിടെ തന്നെ സോഷ്യൽ മീഡിയ മുഖാന്തരം പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന അനേകരുണ്ട്. അവിടെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ ഏതുവിധ വിഷയമായാലും ദൈവത്തിന്റെ ഹിതപ്രകാരം അതിനൊരു മറുപടി ലഭിക്കേണ്ടതിനായും അനേക വിഷയങ്ങൾക്ക് മറുപടി ലഭിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ രണ്ട് വിഷയങ്ങളെല്ലാം ഓർത്ത് നമുക്ക് ആരെങ്കിലും ദിവസം കടന്നു വന്നിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. കർത്താവേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ഞങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല സ്വർഗീയ രാജാവേ, അതിന്റെ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാത സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ മാസത്തിന്റെ അവസാനത്തെ ദിവസം കർത്താവേ അപ്പ ഞങ്ങൾ തിരുമുത്തേക്ക് നോക്കുവാൻ തക്കോണം ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യട്ടെ. അമ്മയെ കർത്താവേ എന്നാതെ കൂട്ടത്തിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അവിടുന്ന് അനുഗ്രഹിച്ചാട്ട്. പ്രത്യേകം ലീഡ് ചെയ്യുന്ന ദിവദാസിനെ കർത്താവ് അവിടുന്ന് അനുഗ്രഹിച്ചാട്ട്. അമ്മയെ കർത്താവ് പറയപ്പെട്ട വിഷയങ്ങളുമായിട്ട് കർത്താങ്ങളുടെ സന്നിധിയോട് എടുത്തു വരികയാണ്. അമ്മയും പ്രാർത്ഥനാധുനിയെ കടന്നു വരുന്ന ഹല്ലേലൂയ അനവധി പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട് കർത്താവേ. സ്വർഗീയ പിതാവേ നാഥ ഹല്ലേലൂയ അനേക വിഷയങ്ങൾക്ക് മറുപടികളെ അങ്ങ് തരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എന്നാൽ മറുപടി ലഭിക്കാതെ കിടക്കുന്ന വിഷയങ്ങളും ഉണ്ടല്ലോ അപ്പച്ച. ദൈവമേ നാഥ ഹല്ലേലൂയ ആമേ കർത്താവേ അപ്പ അങ്ങ് അവിടുന്ന് കർത്താവേ ഈ വിഷയങ്ങളുടെ മേലെല്ലാം കർത്താവേ അങ്ങ് അവിടുന്ന് പ്രവർത്തിക്കണമേ. അമ്മ തിരുവചനം പറഞ്ഞിരിക്കുന്നത് പോലെ യഹോവയായ ദൈവം ഞങ്ങളുടെ സഹായകന് ഞങ്ങളുടെ പരിചയമാകുന്നുവല്ലോ. അമ്മേ
സഹായകനായിരിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, അവിടുന്ന് കർത്താവ് ഓരോ വിഷയങ്ങൾക്കും കർത്താവ് മറുപടിയെ പകർന്നു കൊടുത്ത് അമ്മ കർത്താവ് ഓരോരുത്തരുടെ ആവശ്യങ്ങൾ എന്തെന്ന് അറിഞ്ഞ് അവിടുന്ന് കർത്താവ് പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗപിതാവേ, നാഥഹല്ലേലൂയ. ആരുടെ ഏതെല്ലാം ഭാരമുള്ള വിഷയങ്ങളാകുന്നു എങ്കിലോ അമ്മയ്ക്ക് തങ്ങളുടെ വചനമാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് ഭാരമുള്ള വിഷയങ്ങളെ നിങ്ങൾ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവാനോ അമ്മയെ കർത്താവ് ഞങ്ങൾ അപ്പൻ്റെ അടുത്തേക്ക് കർത്താവ് വിഷയങ്ങളെല്ലാം താഴ്ത്തി സമർപ്പിക്കുകയാണ്. അതിൻ്റെ തിരുവനന്തപുരത്ത് മറുപടികളെ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയെ കർത്താവ് കർത്താവേ ഹല്ലേലൂയ, പ്രവർത്തിക്കുവാൻ പറ്റുവല്ലാത്തതായ ഒരു മേഖലയും ഇല്ലല്ലോ കർത്താവേ. അങ്ങ് അവിടുന്ന് സകല വിഷയങ്ങൾക്കും കർത്താവ് മറുപടികളെ പകർന്നു വന്നോ അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥനാധരിയുടെ എല്ലാ ചാപ്റ്റേഴ്സിനെയും കർത്താവ് അവിടുന്ന് അനുഗ്രഹിച്ചാട്ട്. അമ്മനെ ശോഭിച്ചാർന്നത് ഞങ്ങളുടെ ഇന്ത്യക്കായി സ്തോത്രം ചെയ്യുന്നു. അമ്മ കർത്താവ് ഇന്ത്യയുടെ രാജ്യങ്ങളെ എല്ലാ കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതിനെ ഇന്ത്യയിൽ കർത്താവ് ഇന്ന് സുവിശേഷം കടന്നു ചെന്നിട്ടില്ലാത്ത സ്ഥലങ്ങളുണ്ടല്ലോ അമ്മ കർത്താവ്. അതേപോലെ കർത്താവ് അതിനെ ഞങ്ങളുടെ അയൽ രാജ്യങ്ങളിൽ അമ്മ സുവിശേഷം കടന്നു ചെല്ലേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അമ്മ സ്വർഗ്ഗപിതാവേ നാഥ, അമ്മ കർത്താവ് ഏവരും രക്ഷിക്കപ്പെടണോ, ഏവരും സത്യവചനത്തിന് കർത്താവ് ചെവി കൊടുക്കുന്നവരായി തീരണോ, എല്ലാവരും നിത്യജീവന് വേണ്ടി കർത്താവ് നിത്യജീവനെ കാംക്ഷിക്കുന്നവരായി തീരട്ടെ. അമ്മ കർത്താവ് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കണേ കർത്താവ്. അമ്മ കർത്താവ് രാജ്യങ്ങളിലൊക്കെയോ അങ്ങയുടെ വചനവുമായിട്ട് കടന്നു പോകുന്ന ദേവദാസിദാസന്മാരെ ഏൽപ്പിക്കട്ടെ. അമ്മേ കർത്താവ് ഇന്ത്യയുടെ ഹല്ലേലൂയ, അവൻ ഇനി സുവിശേഷം കടന്നു ചെന്നിട്ടില്ലാത്ത സ്ഥാനത്ത് സുവിശേഷമായിട്ട് കടന്നു പോകുന്നവരെ ഏൽപ്പിക്കട്ടെ. അമ്മേ കർത്താവ് എല്ലാവരും കർത്താവ് അമ്മേ കർത്താവ് ദൈവകൃപയെ സമ്പന്നരായ ആത്മാവിന്റെ ശക്തിയോടെ ദൈവവചനം പ്രസ്താവിക്കുവാനോ അത് കേൾക്കുന്നവരുടെ ഉള്ളത്തിൽ ആഴത്തിൽ പതിയുവാനും കർത്താവ് ഇടയാക്കുമാറാകണമേ. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏകനാമമേയുള്ളൂ, അതിന് കർത്താവിന്റെ നാമം മാത്രമാണ്. അമ്മേ കർത്താവ് കൽവരി ക്രൂശിൽ കർത്താവ് യാഗമായത് അമ്മ മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാകുന്നു എന്നുള്ള സത്യം കർത്താവ് അമ്മ സകല ജനങ്ങളും തിരിച്ചറിയട്ടെ കർത്താവ്. അമ്മനെ തർക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ. പരിശുദ്ധ പിതാവേ നാഥ, അമ്മ ഞങ്ങളുടെ അയൽ രാജ്യങ്ങളിലെല്ലാം കർത്താവ് സത്യവചനം എത്തിച്ചേരട്ടെ. അമ്മേ കർത്താവ് അതേപോലെ പ്രാർത്ഥന കടന്നു വരുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും മറുപടികൾ ലഭ്യമാകട്ടെ കർത്താവ്. ആമേൻ. എൻ്റെ കർത്താവ് അവിടുന്ന് പ്രാർത്ഥനകളെ യാചനകളെ കൈക്കൊണ്ടിരിക്കുക. സ്തോത്രം യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. പ്രാർത്ഥിക്കുക. വിഷയത്തിന്മേൽ സ്വർഗ്ഗത്തിലെ ദൈവം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം മറുപടിയായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ അയൽ രാജ്യങ്ങളെയും അവിടെ തന്നെ സോഷ്യൽ മീഡിയ മുഖാന്തരം പ്രാർത്ഥന ആവശ്യപ്പെട്ട എല്ലാവരും മേൽ ദൈവത്തിന്റെ അതിശയമാർന്ന പ്രവൃത്തി വെളിപ്പെട്ടതിനാലും ആ പ്രാർത്ഥനയ്ക്ക് മേൽ സ്വർഗ്ഗത്തിലെ ദൈവം മറുപടി നൽകി തന്നതിനാലും സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. അത്യാവശ്യമായി ഏതെങ്കിലും വിഷയങ്ങൾ നമ്മൾ അനേക വിഷയങ്ങൾ ആവശ്യത്തിന്മേലെല്ലാം ദൈവം മറുപടി നൽകി എന്തെങ്കിലും അത്യാവശ്യമായ എന്തെങ്കിലും കാര്യം അല്ലാതെ എന്തെങ്കിലും അത്യാവശ്യമായ കാര്യങ്ങൾ പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ വേഗത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാനുള്ള സമയമാണ്. ആർക്കെങ്കിലും ഡിവൈസിൽ കടന്നു വന്നിരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വിഷയങ്ങളുണ്ടെങ്കിൽ ദയവായി അറിയിച്ചാൽ. സഹോദരൻ, ഇവിടെ ജാംനഗറിലുള്ള നമ്മുടെ ഫെലോഷിപ്പ് ചർച്ചിലെ ജോസച്ചായൻ ഹാർട്ട് അറ്റാക്ക് വന്ന് അല്പം പ്രയാസത്താൽ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ്. ജോസച്ചായന് വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ, പാസ്റ്റർ പറഞ്ഞ പ്രകാരം ജാംനഗറിലുള്ള ജോസച്ചായന് വേണ്ടി നമുക്ക് കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. വാക്തത്വങ്ങൾ വിശ്വസ്തനും വാക്കുമാറാത്തതുമായ സ്വർഗീയ നല്ല പിതാവേ, എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ തൃക്കരങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവേ, പ്രിയ ജോസച്ചായനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം കർത്താവേ ഹാർട്ടിലൊക്കെ മുഖാന്തരം കർത്താവെ പ്രിയ കർത്താവെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി നിൽക്കുന്നവരുടെ ആയി തീർന്നല്ലോ. നമ്മുടെ അടുപ്പിണരുകളാൽ ദൈവ സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങൾ കർത്താവെ പലയിടങ്ങളിലായിരിക്കുന്ന ഞങ്ങൾ കർത്താവെ ഏകനായ ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ അതിശയമാർന്ന പ്രവൃത്തി വെളിപ്പെടുവാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ എന്ന് തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ പ്രകാരം ഞങ്ങൾ ഈ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവെ, വിഷയങ്ങൾ കർത്താവെ ഞങ്ങൾക്കുണ്ട് എങ്കിലും ആ വിഷയങ്ങളെല്ലാം സ്വർഗ്ഗദൈവം അറിയുന്നു. ഞങ്ങളുടെ രഹസ്യത്തിലും
പരസ്യത്തിലുള്ള പ്രാർത്ഥനകൾ സ്വർഗത്തിലെ ദൈവം അറിയുന്നല്ലോ കർത്താവെ. ആ പ്രാർത്ഥനാ വിഷയത്തിന്മേലെല്ലാം ദൈവത്തിന്റെ അതിശയമാർന്ന പ്രവൃത്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമസ്ത വിഷയത്തിന്മേലെ ദൈവ പ്രാർത്ഥന ഇട്ടതിനായി സ്തോത്രം. ദിവസം കൊടുത്ത വിടുതലിനായി സ്തോത്രം. അവരുടെ ഹോസ്പിറ്റലിൽ എല്ലാ ആവശ്യങ്ങളിലും ദൈവം കൂടി വഴി നടത്തേണ്ടതിനായി എത്രയും വേഗം ഡിസ്ചാർജ് ആയ ഭവനത്തിൽ മടങ്ങി പോകുവാനും ദൈവനാമത്തിന് പ്രയോജനകരമായി തീരേണ്ടതിനായും പ്രാർത്ഥിക്കും. പ്രാർത്ഥനയുടെ നന്ദി മറുപടിച്ചതിന് നന്ദി യേശുവപ്പ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവം നീ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. പ്രാർത്ഥിക്കാൻ ദൈവം മുഖാന്തരം ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യാം. പ്രേയ വിഷയങ്ങളുമേൽ പ്രാർത്ഥന ദൈവം മറുപടിച്ചതിനായി ചെയ്യാം. ഇതുവരെ പ്രാർത്ഥന മുഖാന്തരം ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രകാരം ഒരുക്കി പ്രാർത്ഥനകളുടെ എല്ലാ പ്രവർത്തനങ്ങളും വലിയ പരിചയമില്ലെങ്കിൽ പോലും പ്രകാരം കാര്യങ്ങൾ ചെയ്യുവാനൊക്കെ ദൈവം നമ്മെ സഹായിക്കുന്നു. അങ്ങനെ കർത്തദാസൻ നമ്മെ വളർത്തിയെടുക്കുവാൻ ശ്രമിക്കുന്ന കർത്തദാസനും പ്രാർത്ഥനകളുടെ എല്ലാ പ്രവർത്തകർക്കും നന്ദി അറിയിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുന്ന തുടർന്ന ശുശ്രൂഷയിലേക്ക് വേണ്ടി ദാസനെ ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾ നിർമ്മിക്കുന്നു. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ കടന്നു വന്ന സമയം മുതൽ ഈ സമയം വരെയും അനേക വിഷയങ്ങൾ ദൈവത്തിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം നമ്മുടെ പ്രാർത്ഥന യാചനയെ കേട്ടതിനാണ് ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. അനേക വിഷയങ്ങൾ ദൈവത്തിൽ പ്രാർത്ഥിച്ചു. നമ്മുടെ മുമ്പിൽ സമയം വളരെ കുറവാണല്ലോ. ഒരു ചെറിയ വചനം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മെസ്സേജിലോട്ട് കടക്കേണ്ട ആവശ്യമായിരിക്കുന്നല്ലോ. അതിനാധാരമായിട്ട് 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 54, 55, 56 വാക്യങ്ങളാണ്. 1 രാജാക്കന്മാർ 8-ന്റെ 54, 55, 56 വാക്യങ്ങളാണ്. അതിപ്രകാരമാണ്: ശലോമോൻ യഹോവയുടെ ഈ പ്രാർത്ഥനകളെ യാചനകളൊക്കെയും കഴിച്ചു തീർന്നതിന് ശേഷം അവൻ യാഗപീഠത്തിന്റെ മുമ്പിൽ മുഴങ്കാലിൽ കുത്തിയിരുന്നതും കൈ ആകാശത്തിലേക്ക് മലർത്തിയതും വിട്ട് എഴുന്നേറ്റു. അവൻ നിന്നുകൊണ്ട് എല്ലാ ഇസ്രായേലിനെയും ഉച്ചത്തിൽ ആശീർവദിച്ച് പറഞ്ഞു നിന്നാൽ താൻ വാഗ്ദാനം ചെയ്തതുപോലൊക്കെയും തന്റെ ജനത്തിന് സ്വസ്ഥത നൽകിയിരിക്കുന്നു. തന്റെ ദാസനായ മോശ മുഖാന്തരം അരുളി ചെയ്ത തന്റെ നല്ല വാഗ്ദാനങ്ങളിൽ വെച്ച് ഒന്നും നിഷ്ഫലമായിട്ടില്ലല്ലോ. ഇതാണ് ഈ വാക്യം. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 54, 55 വാക്യങ്ങളാണ്. അതിന്റെ 54-ാമത്തെ വാക്യത്തിൽ നിന്ന് പ്രകാരം കാണുന്നുണ്ട്: അങ്ങനെ ശലോമോൻ ഈ പ്രാർത്ഥനകൾ യാചനകളും ഒക്കെയും കഴിച്ചതിന് ശേഷം യാഗപീഠത്തിന്റെ മുമ്പിൽ മുഴങ്കാലിന്മേൽ ഇരുന്നതും കൈ ആകാശത്തിലേക്ക് ഉയർത്തതും വിട്ട് എഴുന്നേറ്റു. സ്തോത്രം. ദാവീദ് യഹോവ ദൈവത്തോട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി ഒരു ആലയം പണിയാമെന്ന്. സ്തോത്രം. എന്നാൽ ദൈവം ദാവീദിനോട് പറയുന്നുണ്ട്, നീ ആലയം പണിയണ്ട, നിന്റെ കൈകൾ രക്തപ്പുറം പൂണ്ടതല്ലേ, നിന്റെ മകൻ ശലോമോന് എനിക്ക് വേണ്ടി ആലയം പണിയുമെന്ന്. ശലോമോൻ പണിത ഈ ദേവാലയത്തിന്റെ ഡെഡിക്കേഷന് വേണ്ടി ശലോമോന് ഇസ്രായേൽ മൂപ്പരെയും പ്രഭുക്കന്മാരെയും ഗോത്ര പ്രധാനികളെയും യെരുശലേമിൽ കൂട്ടിവരുത്തിയതിനു ശേഷം പട്ടകത്തിന് മുമ്പിൽ എണ്ണമറ്റ ആടുകളെയും മൃഗങ്ങളെയും യാഗപീഠത്തിന് മുമ്പിൽ യാഗം കഴിക്കുകയും ചെയ്തു. സ്തോത്രം. ഈ പുരോഹിതന്മാര് യഹോവയുടെ പട്ടം അതിന്റെ സ്ഥലത്ത്, അതിവിശുദ്ധ സ്ഥലത്ത്, അതിന്റെ അന്തർമന്ദിരത്തിൽ കെരൂബുകളുടെ ഇടയിൽ കൊണ്ട് അത് പ്രതിഷ്ഠിക്കുകയുണ്ടായിരുന്നു. അങ്ങനെ ഈ പ്രതിഷ്ഠകൾക്ക് ശേഷം യഹോവയുടെ പട്ടണത്തിന്റെ നിയമപ്രകാരമുള്ള സകല കാര്യങ്ങളും ചെയ്ത് തീർത്തതിന് ശേഷം ശലോമോന് ഈ യാഗപീഠത്തിന് മുമ്പിൽ മുഴങ്കാലിന്മേൽ നിന്ന് ഈ ശലോമോൻ പണിത ദേവാലയത്തെ നോക്കി പ്രാർത്ഥിക്കുന്ന വിഷയമാണ് ഇതിന്റെ ചരിത്ര പശ്ചാത്തലം. അതിപ്രകാരമാണ് ഞാൻ വായിച്ചതുപോലെ തന്നെയാണ് ഈ ശലോമോൻ ഈ പ്രാർത്ഥനകൾ യാചനകളും ഒക്കെയും കഴിഞ്ഞതിന് ശേഷം യാഗപീഠത്തിന് മുമ്പിൽ മുഴങ്കാലിന്മേലിരുന്ന് കൈ ആകാശത്തിലേക്ക് ഉയർത്തി അവൻ എല്ലാ ഇസ്രായേലിനെ അനുഗ്രഹിച്ച് പറഞ്ഞെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ താൻ വാഗ്ദാനം ചെയ്തതുപോലെ തന്റെ ജനത്തിന് സ്വസ്ഥത വരുത്തിയിരിക്കുന്നു എന്നാണ്. സ്തോത്ര. ഹല്ലേലൂയ. അവിടെ 2-3 കാര്യം പറയുന്നുണ്ട്. ശലോമോന് ഈ പ്രാർത്ഥന യാചനം കഴിച്ചതിന് ശേഷമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ശലോമോന്റെ പ്രാർത്ഥന എന്തായിരുന്നു എന്ന് നമുക്ക് ഒന്ന് അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ ഇവിടെ ശലോമോൻ പറയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ദേവാലയത്തെ നോക്കിയാണ് ശലോമോൻ ഈ പ്രാർത്ഥിക്കുന്നത്. അതില് വാക്യം 33 ഇപ്രകാരമാണ്: ഇസ്രായേൽ ജനമല്ലാത്ത ഒരു അന്യജാതിക്കാരൻ ദൂരദേശത്തു നിന്ന് നിന്റെ നാമം ഹേതുവായി വരികയും നിന്റെ മഹത്വമുള്ള നാമത്തെ വിളിക്കുകയും ഈ ആലയത്തെ നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്താൽ നിന്റെ വാസസ്ഥലത്ത് നിന്ന് നീ കേട്ട് ഈ അന്യജാതിക്കാരന്റെ പ്രാർത്ഥന നീ കേട്ട് ഉത്തരമരുളുമാറാകണമേ എന്നാണ് പറയുന്നത്. ഒരു അന്യജാതിക്കാരൻ പോലും ഈ വഴിയെ വരുന്ന സമയത്ത് ഈ ദേവാലയത്തെ നോക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ
അവന് നീ മറുപടി കൊടുക്കണം എന്നാണ് ഈ ശലോമോൻ പ്രാർത്ഥിച്ചത്. 35 അവർ നിന്നോട് പാപം ചെയ്തുകൊണ്ട് ആകാശം അടഞ്ഞ് മഴ പെയ്യാതിരിക്കുമ്പോൾ അവ ഈ സ്ഥലത്തെ വന്ന് ഈ ദേവാലയത്തെ നോക്കി പ്രാർത്ഥിച്ച് നിന്റെ നാമം സ്വീകരിക്കുകയും അവരുടെ പാപങ്ങളെ വിട്ടുതിരിയുകയും ചെയ്താൽ നീ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് മഴ പെയ്യ്ക്കുകയും അവരുടെ പാപം ക്ഷമിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. 44 നിന്റെ ജനത്തെ നീ അയക്കുന്ന വഴിയിൽ അവർ തങ്ങളുടെ ശത്രുവിനോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെടുമ്പോൾ നീ തിരഞ്ഞെടുത്തിരിക്കുന്ന നഗരത്തിലേക്ക് ആ നാമത്തിൽ നീ പണിതിരിക്കുന്ന ഈ ആലയത്തിലേക്ക് തിരിഞ്ഞ് യഹോവയോട് പ്രാർത്ഥിച്ചാൽ നീ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥനയും യാചനയും കേട്ട് അവർക്ക് ന്യായം പാലിച്ചു കൊടുക്കണമെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ അനേക കാര്യങ്ങളാണ് ഈ ശലോമോൻ ഈ ദേവാലയത്തെ നോക്കി പ്രാർത്ഥിച്ചത്. സ്തോത്രം. ഈ പ്രാർത്ഥനകളും യാചനകളും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഹല്ലേലൂയ കൈ ഉയർത്തി എല്ലാ ഇസ്രായേലിനെ അനുഗ്രഹിച്ച് പറഞ്ഞതാണ്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ താൻ വാഗ്ദാനം ചെയ്തതുപോലെ തന്റെ ജനത്തിന് സ്വസ്ഥത വരുത്തിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് ഹല്ലേലൂയ സ്തോത്രം വാഗ്ദത്തം ചെയ്യുന്നവനാണ്. തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം വാഗ്ദത്തം ചെയ്യുന്ന ഒരു കർത്താവാണ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ. നമ്മുടെ ജീവിതത്തിൽ എത്രയോ വാഗ്ദത്തങ്ങള് കർത്താവ് ചെയ്തു തന്നിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്രയോ വാഗ്ദത്തങ്ങൾ ദൈവം ചെയ്തു തന്നിട്ടുണ്ട്. നമ്മുടെ കർത്താവ് വാഗ്ദത്തം ചെയ്യുന്ന കർത്താവ് മാത്രമല്ല, സ്തോത്ര ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വാഗ്ദത്തം ചെയ്യുകയും സ്തോത്രം ആ വാഗ്ദത്തത്തിന് നിവൃത്തി വരുത്തുകയും ചെയ്യുന്ന ദൈവമാണ്. സ്തോത്ര ഹല്ലേലൂയ. താൻ വാഗ്ദാനം ചെയ്തതുപോലെ തന്റെ ജനത്തിന് സ്വസ്ഥത തരുന്നത്. ഒന്ന്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ വാഗ്ദത്തം ചെയ്യുന്ന കർത്താവാണ്. സ്തോത്ര ഹല്ലേലൂയ. 2, ഹല്ലേലൂയ സ്തോത്രം ഇസ്രായേലിന്റെ ദൈവമായ യഹോവ വാഗ്ദത്തം ചെയ്തതുപോലെ തന്റെ ജനത്തിന് സ്വസ്ഥത വരുത്തിയിരിക്കുന്നതാണ്. നാളുകളായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേക വിഷയങ്ങൾക്ക് ഹല്ലേലൂയ ദൈവം മറുപടി തരികയും സ്വസ്ഥത വരുത്തുകയും ചെയ്യുന്ന ദൈവമാണ്. സ്തോത്ര ഹല്ലേലൂയ. അതിന്റെ താഴോട്ട് നാം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് സ്വസ്ഥത തന്നില്ലെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വസ്ഥത ലഭിക്കുകയില്ല. സ്തോത്രം ഹല്ലേലൂയ. അവൻ സ്വസ്ഥത തരികയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനം തരികയും ചെയ്യുന്ന കർത്താവാണ്. സ്തോത്രം. അതിന്റെ 3-ാമത്തെ ഭാഗത്തിൽ നാം നോക്കുമ്പോൾ അവന്റെ വാഗ്ദാനങ്ങൾ എല്ലാം നല്ല വാഗ്ദാനങ്ങൾ. നമ്മുടെ കർത്താവ് ചെയ്യുന്ന വാഗ്ദാനങ്ങളൊക്കെയും നല്ല വാഗ്ദാനങ്ങളാണ്. സ്തോത്രം. അതിന്റെ ഭാഗം 4 ഏറ്റവും താഴെ നാം നോക്കുമ്പോൾ അവന്റെ വാഗ്ദത്തങ്ങളൊന്നും നിഷ്ഫലമായി പോയിട്ടില്ലല്ലോ. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് ചെയ്യുന്ന ദൈവത്തിന്റെ നമ്മുടെ വാഗ്ദത്തങ്ങളുണ്ടല്ലോ, സ്തോത്ര ഹല്ലേലൂയ, അത് നിഷ്ഫലമായി പോകത്തില്ല. അനേക വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തു തരുമ്പോൾ ഹല്ലേലൂയ പലപ്പോഴും വാഗ്ദത്തത്തിന്റെ താമസം നേരിട്ടാലും നമ്മുടെ കർത്താവ് നമ്മളോടൊരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ അത് കർത്താവ് അത് ഓർത്തിരിക്കും. വർഷങ്ങൾ കഴിഞ്ഞാൽ കർത്താവ് അത് മറക്കില്ല. നമുക്കല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ തലമുറയ്ക്ക് അത് ചെയ്തു കൊടുക്കുന്നുള്ള ഒരു സത്യമാണ് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്തോത്ര ഹല്ലേലൂയ. അങ്ങനെ ശലോമോന് ഇതിന്റെ 63-ാമത്തെ വാക്യത്തില് ശലോമോൻ യഹോവയ്ക്ക് 20,000 കാളകളെയും 1,20,000 ആടിനെയും യഹോവയുടെ സന്നിധിയിൽ യാഗം അർപ്പിച്ചു. സ്തോത്ര ഹല്ലേലൂയ. ഇത്രയും വലിയ മൃഗങ്ങളെയാണ് ആ കാലത്ത് യാഗം കഴിച്ചത്. സ്തോത്രം. 1,20,000 ആടുകളെയാണ് യാഗം കഴിച്ചത്. കാളകളെ 20,000 കാളകളെ യാഗം കഴിച്ചു. ഇന്നത്തെ നമ്മുടെ അതിന്റെ ഒരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്തോത്രം ഹല്ലേലൂയ ഏതാണ്ട് 260 കോടി രൂപയ്ക്ക് അപ്പുറത്ത് വില വരുന്നു ഇന്നത്തെ ആ മൃഗങ്ങളുടെ വില വെച്ച് നോക്കാമെങ്കിൽ. ഹല്ലേലൂയ സ്തോത്രം. ഇതെന്താണ് നമ്മളെ പഠിപ്പിക്കുന്ന അറിയാം പ്രിയമുള്ളവരെ? ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് പുതിയ നിയമം ദൈവത്തിന്റെ മക്കളായ നമുക്ക് സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നതാണ്. സ്തോത്ര ഹല്ലേലൂയ. നമുക്കിന്ന് യാഗം കഴിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. യാഗം കഴിക്കേണ്ട ആവശ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടു പോയെന്നെ. സ്തോത്ര ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ എന്ന ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഈ പ്രഭാത കാലത്ത് ഹല്ലേലൂയ സ്തോത്രം നമുക്ക് തന്ന ഈ നല്ല വചനത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. അതെ, നമ്മുടെ കർത്താവ് വാഗ്ദത്തം ചെയ്യുന്ന കർത്താവാണ്. സ്തോത്ര ഹല്ലേലൂയ. കാളുകളായി നമ്മളോട് ചെയ്ത വാഗ്ദത്തങ്ങളൊക്കെ നിറവേറ്റുന്ന കർത്താവാണ്. അവൻ വാഗ്ദത്തം ചെയ്യുക മാത്രമല്ല, സ്തോത്രം തന്റെ ജനത്തിന് സ്വസ്ഥത വരുത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥത കിട്ടുപോകുന്ന സമയങ്ങൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഭൂമിടറ്റുന്ന ദൈവത്തോട് നിലവിളിക്കും. നമ്മുടെ വാഗ്ദത്തങ്ങളെ ഓർത്ത് നമ്മൾ നിലവിളിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് സ്വസ്ഥത തരുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. ആ ദൈവത്തെ ഓർത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. അത് മാത്രമല്ല, നമ്മളോട് ചെയ്യുന്ന ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളൊക്കെ നല്ല വാഗ്ദാനങ്ങളാണ്. സ്തോത്ര ഹല്ലേലൂയ. അവയിലെ ഒന്നും നിഷ്ഫലമായി പോകത്തില്ല.
ഹാലേലുയ. നമ്മുടെ കർത്താവിന്റെ നിഷ്ഫലമായി പോകാത്ത എല്ലാ നല്ല വാഗ്ദാനങ്ങളെ ഓർത്ത് ഈ പ്രഭാതകാലത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ വചനങ്ങളാ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കടന്നു വന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയും ചെയ്യുന്നു. പ്രത്യേക മനുഷ്യൻ നാരിയൽ പാസ്റ്ററും കുടുംബത്തെയും ഓർത്ത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി ബെൻസൺ പാസ്റ്ററുടെ ഫാദർ ബ്രദർ സി ദാനിയലിനെ ക്ഷണിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് നമ്മുടെ ഈ മീറ്റിംഗ് ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. സ്തോത്രം സ്തോത്രം സ്തോത്രം. നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, പൽക്കാല അവിടുത്തെ പാദപടത്തിൽ അടിങ്ങൾക്കായിരിക്കാൻ, അങ്ങേ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവമേ അവിടുന്ന് ഇടയാക്കി തീർത്ത് അവിടുത്തെ കൃപയ്ക്കും ദൈവമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അവിടുന്ന് അടിങ്ങളെ ഓരോ ദിനം തോറും കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തു പരിപാലിക്കുന്ന അവിടുത്തെ കൃപയ്ക്കും ദൈവമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, അവിടുന്ന് ചെയ്യുന്ന സകല ഉപകാരങ്ങൾക്കും നന്ദിയുള്ളവരായി ജീവിപ്പാൻ ദൈവമേ അവിടുന്ന് ഇടയാക്കുമാറാണ് പ്രാർത്ഥിക്കുന്ന. കർത്താവേ, നടന്നായ പ്രോഗ്രാമൊക്കെയും ഇത്രത്തോളം അനുഗ്രഹമാക്കി തീർക്കുവാൻ ദൈവമേ അവിടുന്ന് ഇടയാക്കി തീർത്ത് അവിടുത്തെ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, സകല പ്രശ്നം പരിഹാരകൻ അവിടുന്ന് ആകയാൽ അടിയങ്ങളുടെ വിഷയങ്ങളൊക്കെയോ അങ്ങയോട് ദൈവമേ സമർപ്പിപ്പാൻ ദൈവമേ അവിടുന്ന് ഇടയാക്കി തീർത്ത് അവിടുത്തെ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, അടിയങ്ങളുടെ സകല വിഷയത്തിന്മേലും അവിടുന്ന് മഞ്ഞും മഴയക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ പ്രവർത്തനത്തെ കർത്താവെ അവിടുന്ന് ധാരാളം അനുഗ്രഹിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ വിഷയങ്ങൾ അവതരിപ്പിച്ച കർത്താവെ ദൈവമേ കർത്താവെ ദേവദാസനായി പ്രാർത്ഥിക്കുന്നു, പാട്ടുപാടിയ സിസ്റ്റർമാർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ അധ്യക്ഷനായിരുന്ന ദേവദാസനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ മെസ്സേജ് അവതരിപ്പാൻ നല്ല മെസ്സേജ് നൽകി തരുവാൻ കർത്താവിന്റെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, ശ്രദ്ധിക്കുന്നു. എന്റെ മുൻപന്തിയിൽ പ്രവർത്തിക്കുന്ന ദേവദാസനെയും കുടുംബത്തെയും ദൈവമേ എന്റെ മക്കളുടെ പ്രവർത്തനങ്ങളെല്ലാം അവിടുന്ന് അനുഗ്രഹിക്കുമാറാണ് പ്രാർത്ഥിക്കുന്ന. കർത്താവെ, പിന്നെ അഭിവൃദ്ധി വിശാലയും അവിടെ നൽകുമാറാണ് പ്രാർത്ഥിക്കുന്നു. അനേക ജീവിതങ്ങൾക്ക് കർത്താവെ ആശ്വാസമായി തീരുവാൻ ദൈവമേ ഇവിടുന്ന് ഇടയാക്കുമാറാണ് പ്രാർത്ഥിക്കുന്ന. ദൈവമേ കർത്താവെ ഇവിടുത്തെ പാതപ്പെടുത്തൽ ദൈവമേ ഇടയങ്ങളാകേണ്ട പോലെ ആയി തീരുവാൻ ദൈവമേ ഇവിടുത്തെ ഉത്തമ സാക്ഷികളായി നിലനിൽപ്പാൻ ദൈവമേ ഇവിടുത്തെ വരവിന് വേണ്ടി ഒരു കാത്തിരിപ്പാൻ അദ്ദേഹം ഇടയാക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാതനയും കേട്ടിരിക്കുക. സ്തോത്രം. സകല യേശുക്രിസ്തുനാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടും കൃപയോടും കേൾക്കുമാറാകണമേ. ആമേൻ. സർവ്വവിജയം കവിയുന്ന ദൈവ സമാധാനം അടിയങ്ങളോടും അടിയങ്ങളോടും എല്ലാ കാര്യങ്ങളിലും വിശേഷാൽ പ്രസ്ഥാനത്തോടും പ്രവർത്തനങ്ങളോടും ഇന്ന് ഇരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ ആമേൻ. ആമേൻ ആമേൻ ആമേൻ. Praise the Lord. Praise the Lord. Praise the Lord. പ്രാർത്ഥിച്ച കാര്യങ്ങൾ ആലപിച്ച് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വീണ്ടും പ്രാർത്ഥന നമുക്ക് മുന്നേറാം. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. വിദൂരമല്ല വിദൂരമല്ല മഹസംഗമം, വിദൂരമല്ല വിദൂരമല്ല മഹസംഗമം, വിദൂരമല്ല വിദൂരമല്ല മഹസംഗമം, വിദൂരമല്ല വിദൂരമല്ല മഹസംഗമം. പാപിയാമെന്നിൽ ചൊരിഞ്ഞ സ്നേഹമത്ഭുതം വർണ്ണിപ്പാനധരങ്ങൾക്കാവതില്ല. പാപിയാമെന്നിൽ ചൊരിഞ്ഞ സ്നേഹമത്ഭുതം വർണ്ണിപ്പാനധരങ്ങൾക്കാവതില്ല. ഒന്നു കാണാൻ എനിക്കാശയാ എൻ്റെ സർവാംഗ സുന്ദരനെ, ഒന്നു കാണാൻ എനിക്കാശയാ എൻ്റെ സർവാംഗ സുന്ദരനെ. വിദൂരമല്ല വിദൂരമല്ല മഹസംഗമം, വിദൂരമല്ല വിദൂരമല്ല മഹസംഗമം,